ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആധുനിക രീതിയിൽ ഗൃഹനിർമ്മാണത്തിന് പേരുകേട്ട സ്ഥാപനം അർജുൻ അസോസിയേറ്റ്സ് ഇൻ അസോസിയേഷൻ വിത്ത് APN Teak Lifestyle ന്യൂ കാരക്കാമണ്ഡപം തിരുവനന്തപുരം. സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുടി ട്രിവാൻഡ്രം. അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. നമസ്കാരം. SCVയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും അർജുൻ അസോസിയേറ്റ്സ് അവതരിപ്പിക്കുന്ന വാസ്തുഭവനം എന്ന ഈ പരിപാടിയുടെ 3ാമത്തെ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പതിപോലെ തന്നെ നമ്മുടെ കൂടെ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വാസ്തുശാസ്ത്രപരമായിട്ട് വാസ്തുശാസ്ത്രത്തെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ധാരാളം ഗൃഹനിർമ്മാണങ്ങൾ ചെയ്യുന്ന എഞ്ചിനീയറായ ശ്രീ അർജുൻ സാർ ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പോൾ മാന്യ പ്രേക്ഷകരോട് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ പ്രോഗ്രാം വാസ്തുശാസ്ത്രപരമായ ചോദ്യങ്ങൾക്കൊപ്പം തന്നെ നിങ്ങൾ എങ്ങനെ നല്ല ഗൃഹങ്ങൾ നിർമ്മിക്കുന്ന ഗൃഹത്തിനെ എങ്ങനെ വാസയോഗ്യമായിട്ട് പ്ലാൻ ചെയ്യാമെന്നതിനെക്കുറിച്ച് വളരെ വിദഗ്ധമായ രീതിയിൽ തന്നെ ശ്രീ അർജുൻ സാറ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ഫോൺ നമ്പറിൽ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിലോട്ട് വിളിക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ പറഞ്ഞു നിർത്തിയ കാര്യത്തിലോട്ട് വീണ്ടും ഒന്നുകൂടെ വരികയാണ്. സർ നമസ്കാരം. നമസ്കാരം സർ, അപ്പോൾ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് ഗൃഹനിർമ്മാണത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളോട് കടക്കാൻ സമയം അനുവദിക്കാത്ത കാരണം ഈ ഗൃഹനിർമ്മാണത്തിൽ വാസ്തുവിൻ്റെ അളവ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഈ വാസ്തുവിൻ്റെ അളവ് അതൊന്ന് പ്രേക്ഷകരുടെ മുന്നേ ഒന്ന് ഷെയർ ചെയ്താൽ കൊള്ളാൻ ആഗ്രഹമുണ്ട്. നമ്മൾ സാധാരണ ഈ വാസ്തുവിദ്യ അനുസരിച്ചിട്ട് നമ്മൾ പലപ്പോഴും ഒരു പ്ലാൻ വരയ്ക്കുമ്പോഴും അതിൻ്റെ നിർമ്മാണത്തിലേക്ക് പോകുമ്പോഴും അളവുകൾക്ക് പ്രാധാന്യമുണ്ടെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചതാണ്. അത് പക്ഷേ അത് മുഴുമിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെ. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം കോളുകൾ കൂടുതൽ വന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ നമുക്ക് വാസ്തുവിദ്യ അനുസരിച്ചിട്ട് എന്താണ് നമ്മളൊരു പ്ലാന് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അപ്പോൾ അതിൽ പ്ലാനിൽ എന്തൊക്കെയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സ്ഥാനനിർണ്ണയം കഴിഞ്ഞിട്ട് രണ്ടാമത് ആ പ്ലോട്ടിനകത്ത് നമുക്ക് വാസ്തുവിദ്യ അനുസരിച്ചിട്ട് എങ്ങനെയാണ് ഒരു പ്ലാൻ തയ്യാറാക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ വാസ്തുവിദ്യ അനുസരിച്ച് പറഞ്ഞിരിക്കുന്ന ഖണ്ഡങ്ങളായി വിഭജിച്ച് 4 ഖണ്ഡങ്ങളിൽ ഈശാന ഖണ്ഡത്തിലോ ദേവഖണ്ഡത്തിലോ വീട് പണിയാമെന്നൊക്കെയുള്ള ഒരു തത്വമുണ്ട്. അപ്പോൾ അത് ശരിക്കും അതൊക്കെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമുക്ക് നിർമ്മിച്ചിരിക്കുന്ന എല്ലാ വീടുകളും ആ ഒരു കണക്കിലല്ല, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മാറ്റിക്കൊണ്ട് നമുക്ക് പുതിയതിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതിൽ മാത്രം മുറുകെ പിടിച്ചും കൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഒരു പറമ്പ് കിട്ടിയിട്ട് അതിൻ്റെ 4 ഖണ്ഡങ്ങളായിട്ട് ഭാഗിച്ചിട്ട് അതിന് വടക്ക് കിഴക്കേ ഭാഗവും നിര്യാത ഖണ്ഡം തെക്ക് പടിഞ്ഞാറേ ഭാഗത്തും മാത്രമേ വീട് പണിയാവുന്നൊക്കെ ഉള്ള ശാസ്ത്രം നമ്മളതിനകത്ത് ബുക്കിൽ പറയുന്നുണ്ട്, നമ്മളെ ശാസ്ത്രം പറയുന്നുണ്ട്. അപ്പോൾ അതല്ലാതെ ഒരു പറമ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒറ്റയ്ക്ക് ഒരു 5 സെൻറ്റേ ഉള്ളൂ ഒരാളിന് വീട് പണിയണം. അപ്പോൾ അവിടെ പിന്നെ ഖണ്ഡമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് കെട്ടിയിരിക്കുന്ന ഖണ്ഡത്തെ ആ ഭാഗം അല്ലെങ്കിൽ ആ പ്ലോട്ടിനെ മനുഷ്യഖണ്ഡമായിട്ട് പരിഗണിക്കുക. അത് പരിഗണിച്ചതിന് ശേഷം അതിനകത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് വീതി വിസ്താരം എന്നുള്ള ഒരു ഘടകമുണ്ട് ഇതിനകത്ത്. ശരി സാർ, അപ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് കോളർ ഉണ്ട്. ആയിക്കോട്ടെ, നമുക്ക് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഹലോ, വെൽക്കം ടു അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. ആരാ സംസാരിക്കുന്നത്? കഴക്കൂട്ടം, തിരുവനന്തപുരത്ത്. ഈ പരിപാടി 3ാമത്തെ എപ്പിസോഡിന് ആദ്യമായിട്ടാണോ കാണുന്നത്? ഇതിന് മുന്നുള്ള എപ്പിസോഡ് കണ്ടിരുന്നോ? ഇല്ല, കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. ഓക്കെ, സാറിനോട് ചോദിച്ചോളൂ. നമസ്കാരം. സാർ, എനിക്കുള്ള സംശയം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഭൂമി ഒരു അമ്പലത്തിന്റെ അടുത്തായിട്ടാണ്. അപ്പൊ ഈ അമ്പലത്തിന്റെ അടുത്ത് വീട് വെക്കാൻ പാടില്ല, അങ്ങനെ കുറെ ഉപദേശങ്ങൾ അങ്ങനെ പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ വാസ്തുപരമായിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് ഈ എത്ര സെന്റ് സ്ഥലമുണ്ട് അവിടെ? 14 സെന്റ്. ഈ നമ്മൾ ഈ സ്ഥലത്തിന് അടുത്തുള്ള ദേവാലയം, അമ്പലം ഏതൊക്കെയാണ് ഉള്ളത്? ഏതമ്പലമാണ്? അയ്യപ്പ ക്ഷേത്രം, പിന്നെ അല്ലാതെ അതിന്റെ കൂടെ ഗണപതിയുടേതും നാഗരുടേതും അങ്ങനെ ഉണ്ട്. അത് തന്നെ. അപ്പോൾ ഇതിൽ ഈ അയ്യപ്പ ക്ഷേത്രവും നമ്മളെ പ്ലോട്ടുമായിട്ട് ഏകദേശം എന്ത് ദൂരം വരും? ഏകദേശം കണക്കാക്കി ഒരു 5 മിനിറ്റിന്റെ ഡിസ്റ്റൻസ്, നടന്നു കഴിഞ്ഞ ഡിസ്റ്റൻസ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിനകത്ത് എൻ്റെ പിന്നെ അതിൻ്റെ നമ്മൾ വാസ്തുശാസ്ത്രപരമായിട്ടുള്ള നിയമം ഞാൻ ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് അതിലേക്ക് വരാം.
അപ്പോൾ വാസ്തുശാസ്ത്രപരമായിട്ട് അമ്പലങ്ങളുടെ ദേവാലയങ്ങളുടെ അത് വെറും ക്ഷേത്രത്തിൻ്റെ മാത്രമല്ല ദേവാലയത്തിൻ്റെ ചുറ്റുമൊക്കെ അതിനകത്ത് ഇത് കണക്കിൽ പെടുന്നുണ്ട്. ദേവാലയത്തിന് ചുറ്റും നമ്മൾ വീട് പണിയുമ്പോൾ അതിനകത്ത് 2 ഘടകങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് നമ്മൾ ഈ പിന്നെ ഹിന്ദു ആചാരപ്രകാരം, കാരണം അല്ലാതെ നമുക്ക് മറ്റ് മോസ്കും പള്ളിയൊക്കെ ഇതിനകത്ത് പെടുന്നുണ്ട് എങ്കിൽ അത് വെച്ചിട്ടാണ് ഇവർ ശാസ്ത്രത്തിൽ ഒരു വിശകലനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ആചാരപ്രകാരം 2 രീതിയിലുള്ള ദേവന്മാരാണുള്ളത്. ഒന്ന് ഉഗ്രമൂർത്തികളെന്നും ഒന്ന് സൗമ്യമൂർത്തിയെന്നും. ഉഗ്രമൂർത്തി എന്ന് പറയുമ്പോൾ അതിൽ പെടുന്നതാണ് ശിവനും പിന്നെ ഭദ്രകാളി അതുപോലുള്ള ദുർഗ ഇത്തരത്തിലുള്ള ഇതൊക്കെ ഉഗ്രമൂർത്തികളെന്ന ഗണത്തിലും ഇപ്പോൾ പറഞ്ഞ ശാസ്താവ്, വിഷ്ണു, ഗണപതി, ഇതൊക്കെ സുബ്രഹ്മണ്യൻ, ഇതൊക്കെ നമുക്ക് സൗമ്യമൂർത്തി എന്ന് പറഞ്ഞ ഗണത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ ഉഗ്രമൂർത്തി ഇപ്പോൾ നമുക്കിവിടെ ശാസ്താവല്ലേ, ശാസ്താവിൻ്റെ നമുക്ക് വരുമ്പോഴത്തേക്ക് ശാസ്താവിൻ്റെ മുന്നിലും ഇടത്തും നമുക്ക് വീടുകൾ പണിയാമെന്നാണ് ശാസ്ത്രം പറയുന്നത്. മറിച്ച് ഉഗ്രമൂർത്തി എന്ന് പറയുന്നതിൻ്റെ പിന്നെ വലതുവശവും പുറകിലും ആണ് നമുക്ക് ഇതിനകത്ത് സ്ഥാനം പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ശാസ്ത്രപ്രകാരം പറയുന്നതാണ്. പക്ഷെ നമ്മൾ വീടും പറമ്പുമായിട്ട് എത്രയെന്ന് പറഞ്ഞത്? ഒരു 5 മിനിറ്റ് ദൂരം. ഇതിപ്പം സാർ ഈ അമ്പലത്തിന്റെ ദർശനം വരുന്നത് നമ്മുടെ ഈ പറയുന്ന ഈ വസ്തുവിലോട്ടാ വരുന്നത്. അപ്പൊ ഇടയ്ക്ക് ഒരു ചെറിയ ഒരു മതില് പോലെ ഒന്ന് കെട്ടിയിട്ടുണ്ട് വേറൊരാളുടെ വസ്തു. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വസ്തു. അപ്പോൾ ഏതായാലും ഈ പിന്നെ ക്ഷേത്രവുമായിട്ട് അടുത്തുള്ള ഒരു പിന്നെ പ്ലോട്ട് ആയതുകൊണ്ട് നമുക്ക് നമ്മളെ പ്ലോട്ട് ഈ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ക്ഷേത്രത്തിന്റെ ഏത് ഭാഗത്താണ് വരുന്നത്? ക്ഷേത്രത്തിന്റെ ഇടത് ഭാഗത്ത്. ഇടത് ഭാഗത്ത്. അത് ആ ഇടത് ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ സൗമ്യമൂർത്തിയിൽ ഗണത്തിൽപ്പെട്ടതായതുകൊണ്ട് അതിൻ്റെ ഈ പിന്നെ ഈ ഇടത്തും പിന്നെ മുന്നിലും ആവാമെന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ആ രീതിയിൽ വരുമ്പോഴത്തേക്ക് അത് വലിയ ദോഷം ചെയ്യില്ല. പിന്നെ എന്തെന്ന് പരിമിതമായ സ്ഥലത്തൊക്കെ നമുക്ക് വീട് പണിയുമ്പോൾ ഇതൊക്കെ ആണെങ്കിൽ പോലും നമുക്കിതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെയും കൂടെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് നമുക്ക് എന്താണ് ദേവന്മാരും ഈ പറഞ്ഞുള്ള ഇതെല്ലാം നമ്മളെ സംരക്ഷിക്കാൻ അവരൊന്നും നമുക്ക് ഉപദ്രവം ചെയ്യുന്ന ആളുകളല്ല. അത് നമ്മുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അതിലെ ഒരു പിന്നെ പരിഗണന കൊടുത്തും കൊണ്ട് അവിടെ വീട് പണിയണമെങ്കിൽ ശാസ്ത്രം പറയുമ്പോൾ നമുക്കിത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഓക്കെ മാഡം, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പലരും പല അഭിപ്രായം പറയുന്നതുകൊണ്ട് നമുക്കൊരു അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ശാസ്ത്രം ഇതൊരു പ്രാദേശികമായിട്ടുള്ളൊരു ശാസ്ത്രമാണ്. ഇത് കേരളത്തിൽ തന്നെ പിന്നെ നമ്മൾ തിരുവിതാംകൂർ മുതൽ അല്ലെങ്കിൽ കന്യാകുമാരിയിൽ കാസർഗോഡ് വരെ ചെല്ലുമ്പോൾ അതിന് തന്നെ പ്രാദേശികമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ, അപ്പോൾ ഇന്ത്യയിൽ ഒട്ടുക്ക് അതിന് കുറേയൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. എങ്കിലും ഇതിനെ ശാസ്ത്രത്തെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാന കാരണം പറഞ്ഞിട്ട് മറ്റേലേക്ക് പോകണം. ഇതെല്ലാം നമ്മൾ കുറച്ച് പ്രായോഗിക ബുദ്ധിയും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തണം. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വീട് പണിതെന്നും പറഞ്ഞ് ഒരിക്കലും അതൊരു ദോഷമായിട്ടോ അത് നമുക്ക് ആ ദേവന്മാരോ ദേവിമാരോ അല്ലെങ്കിൽ ദൈവങ്ങളൊക്കെ നമ്മളെ ദ്രോഹിക്കുമെന്നുള്ള ചിന്താഗതിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളതിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് വീട് പണിത് താമസിച്ചാൽ ഒരു ദോഷവും വരില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ മാഡം, വിളിച്ചതിന് നന്ദി. ഇനി കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് സാറിൻ്റെ നമ്പർ ഇതിൽ കാണിക്കുന്നുണ്ട്, എഴുതി വെച്ചുകൊള്ളുക. പ്രോഗ്രാം കഴിഞ്ഞിട്ട് നിങ്ങൾ പുതിയ വീട് വെക്കുന്ന ആളാണെന്ന് മനസ്സിലായി, സാറുമായിട്ട് വിശദമായിട്ട് സംസാരിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ കോൾ. സാർ, അപ്പോൾ നമ്മൾ അളവുകളുടെ കാര്യം പറഞ്ഞു, ഒരു പ്ലാൻ വരയ്ക്കും. അപ്പോൾ ഈ പ്ലാൻ വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ 5 സെൻറ്റേ ഉള്ളൂ. 5 സെൻറ്റിൽ നമുക്ക് ഈ ശാസ്ത്രം മുഴുക്ക അതിനകത്ത് കൊണ്ടുവന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, വീട് പണിയാൻ പറ്റത്തില്ല. അതാണ് സ്ഥിതി. അപ്പോൾ നമുക്ക് അവിടെ എന്താ അതിനകത്ത് പ്രായോഗികമായിട്ട് വാസ്തുശാസ്ത്രത്തിൽ കുറേ മെയിൻ പോയിൻറ്റ്സ് ഉണ്ട്. കാരണം നമുക്ക് ഒഴിവാക്കാൻ വയ്യാത്ത, അത് നോക്കി ചെയ്യുന്നത് ഉത്തമമാണ്, നമ്മളെ പിന്നെ ജീവിത രീതിക്ക് അത് ആവശ്യമാണെന്നുള്ള കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ ഈ വീടിനൊരളവുണ്ട്, വീടിന് ചുറ്റളവ് കൊടുക്കുന്നുണ്ട്. പഴയ ഈ കണക്കന്മാരും അപ്പോൾ ഇപ്പോൾ കഴക്കൂട്ടം വിളിച്ച മാഡത്തിൻ്റെ അവരുടെ അതും ഇതിൽ വരും. അപ്പോൾ അളവുകളെന്ന് പറഞ്ഞാൽ പണ്ടത്തെ നമ്മൾ വാസ്തുശാസ്ത്ര പ്രകാരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു 60-65 കാലഘട്ടത്തിന് മുമ്പ് വരെയുള്ള പിന്നെ ഈ ആർക്കിടെക്റ്റ് എഞ്ചിനീയറിങ്ങിൻ്റെയൊക്കെ വരവിൻ്റെ ഒരു സ്വാധീനം കുറേ മുമ്പ് ഇല്ലായിരുന്ന കാലത്ത് ഇതെല്ലാം വീടിൻ്റെ ഒരു പ്ലാൻ തയ്യാറാക്കുന്നത് ഒരു എഞ്ചിനീയർ ആർക്കിടെക്റ്റ് അല്ല, കേരളത്തിലും അത് പല വിഭാഗങ്ങളിലുണ്ട്. അതിൽ കൂടുതലും കേരളത്തിൽ ഈ പിന്നെ ഇത് പെരുന്തച്ഛൻ്റെ തലമുറക്കാരായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ കണിയാന്മാരെന്നുള്ള ഒരു വിഭാഗം ഉണ്ടായിരുന്നു, നമ്പൂതിരിമാരുണ്ട്, കാണിപ്പീരിനെ പോലുള്ള അദ്ദേഹത്തിൻ്റെ വിഭാഗത്തിലുള്ളവർ ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രാദേശികമായിട്ട് ഇങ്ങനെ ഒരു വിഭാഗം ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. എല്ലാവരും ആർക്കിടെക്റ്റുകളൊന്നും അല്ല ഇത് കൈകാര്യം. അപ്പോൾ അങ്ങനെ കോളറുണ്ട്. ഹലോ.
ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ സർ, വെൽക്കം ടു അർജുന അസോസിയേറ്റ്സ് വാസ്തു ഭവനം. ഇതിൻ്റെ പേരെന്താ സർ? സത്യം സർ. എന്താ? സത്യം. സത്യൻ. എവിടെ നിന്ന് സാർ വിളിക്കുന്നത്? പാലക്കാട്. പാലക്കാട്. ആദ്യമായിട്ടാണോ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്, കാണുന്നത്? അതെ അതെ അതെ. ഓക്കെ, തുറന്നും കാണുക. ഓക്കെ, ചോദിച്ചോളൂ സാർ, സംശയം എന്താണ് സംശയം? ചോദിച്ചോളൂ. ഹലോ. ചോദിച്ചോളൂ, കേൾക്കാം, എന്താണ് കേൾക്കാം. അത് അറിയേണ്ടത്? സാർ, ഞാൻ എൻ്റെ വീട് വെച്ചിട്ട് 9 വർഷമായി. അപ്പോൾ വീട് വെച്ച് കുടിയിരുന്ന ശേഷം മറ്റേ ഞാൻ ഗൾഫിലായിരുന്നു. നേരത്തെ ബിസിനസ്സൊക്കെ ഭയങ്കര ഡൗൺ ആയി, അകപ്പാടമായി. അകപ്പാടൊക്കെ അപ്പൊ അന്നും ഇത്ര ശ്രദ്ധിച്ചില്ല. പിന്നീട് വന്നപ്പോഴാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടായിരുന്നു ഞങ്ങളുടെ ബാത്റൂം ഉണ്ടായിരുന്നു. ഹലോ. കേൾക്കാം. തെക്ക് പടിഞ്ഞാറ് ബാത്റൂം ഉണ്ടായിരുന്നു. അതെ. തെക്ക് പടിഞ്ഞാറായിട്ട് എന്റെ ബാത്റൂം ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരാള് നോക്കിയപ്പോ അവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് പിന്നെ അത് പൊളിച്ചു മാറ്റി. തെക്കേ മുറ്റത്ത് കുറച്ച് വിട്ടിട്ടാണെങ്കിലും തെക്കിട്ടായിരുന്നു അവിടെ ആയിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങളുടെ ഇതിന്റെ ഞങ്ങളുടെ വീട് കുറച്ച് ഒരു മതിൽ കെട്ടിയിട്ട് ചെറുതാക്കി തിരിച്ചു. അപ്പൊ ഈ തെക്കിട്ടാണെങ്കിൽ പുറത്താണ്, മതിലിന് പുറത്താണ്. പക്ഷെ പൈസ കണ്ടമാനം വീട്ടിൽ വരുന്നുണ്ട്. പക്ഷെ ഒന്നും നിലനിൽക്കില്ല. 10 വരുമ്പോഴേക്കും 11 ചെലവ്. ഇപ്പൊ ശരിക്കും പറഞ്ഞ നമുക്ക് വരുമാനം എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ വരവ് നിൽക്കുന്നില്ല. ഇതിപ്പോ ഞാൻ ഈ പറഞ്ഞത് വെച്ചും കൊണ്ടുള്ള ഒരു ചെറിയ അഭിപ്രായം പറയാം. ഈ നമ്മൾ ശാസ്ത്രവിധി പ്രകാരം പറയുമ്പോൾ വീടിൻ്റെ 3 ഭാഗത്ത് നമുക്ക് ടോയ്ലറ്റുകൾ ഇപ്പോൾ ഈ കോർണറിൽ വരാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അതിലേറ്റവും പ്രധാനം ഈ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് ടോയ്ലറ്റ് വരാൻ പാടില്ല എന്നാണ് നമ്മൾ പൊതുവെ എല്ലാവരും പറയുന്നതും അത് വാസ്തവമാണ്. പക്ഷേ എന്നാൽ ശാസ്ത്രത്തിൽ അതിനെ നമ്മളൊരു അന്ധവിശ്വാസത്തിൻ്റെ ലെവലിലായിട്ട് ഇതൊക്കെ വെറുതെ തട്ടിപ്പല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ഭാഗം നമ്മൾ ഈ ഇതിനകത്ത് ഉണ്ടാവുമല്ലോ എപ്പോഴും ശാസ്ത്രം കൈകാര്യം ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽ പറയുമ്പോൾ അതിനും കൂടെ പറഞ്ഞു വരേണ്ടേ, നമ്മൾ പഴയ ഗ്രന്ഥങ്ങളിലും പഴയ ശാസ്ത്രങ്ങളിലും കൊട്ടാരങ്ങളിലും മനകളിലും ഈ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്കാണ് പ്രസവ മുറിയായിട്ട് നമ്മൾ പരിഗണിച്ചിരുന്നത്. അപ്പോൾ പ്രസവ മുറി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ അശുദ്ധി വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത് ആ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇവിടെ ഒരു ടോയ്ലറ്റ് വന്നെന്ന് വിചാരിച്ച് അത് വലിയൊരു ദോഷമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ശാസ്ത്രത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ 10-20 വർഷത്തെ എൻ്റെ ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് വെച്ച് ഞാൻ നോക്കിയപ്പോൾ ഏതൊരു വീട്ടിലാണോ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് ടോയ്ലറ്റ് വന്നിട്ടുണ്ട്, അതൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പൊളിച്ച് മാറ്റി അതിനവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിവതും ആ ഭാഗത്ത് ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നത് നല്ലതാണ്. പിന്നെ അത് നല്ലതാണ്. അപ്പം നമുക്കത് ആ ഒരു ഭയം ഒന്ന് നമ്മൾ വിശ്വാസം, രണ്ടാമത് ഇത് മനസ്സിലുള്ള ഒരു ചിന്ത, പിന്നെ ഈ ആൾക്കാരുടെ പിന്നെ ഈ വരുന്നവരൊക്കെ അയ്യോ ഇത് അവിടെയാണ് ബാത്റൂം അല്ലെ ഇവിടെയാണ് കിച്ചൺ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന അതെ അത് എന്തായാലും അത് നന്നായി. ഇനിയിപ്പോൾ അടുത്തുള്ളത് ഇതിൻ്റെ അടിയിൽ വരുന്ന പൈപ്പും സെപ്റ്റ് ടാങ്കിൻ്റെ കാര്യമാണ്. സാധാരണ ഈ നമ്മളൊരു ശാസ്ത്രം എടുക്കുമ്പോഴത്തേക്ക് വീട് പണിയുമ്പോൾ ഈ ബേസ്മെൻറ്റിൻ്റെ താഴോട്ട് പോകുന്നതിനൊന്നും ഒരു കണക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, അതിനകത്തൊരു പ്രാധാന്യമില്ല. പിന്നെ എന്താ പറയുക, ഇങ്ങനെയൊക്കെ ഒരു ഇത് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് പേര് ഇതൊക്കെ ദോഷമാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് മറുപടിയും പറയാനില്ല. കാരണം അത് പ്രായോഗികമായിട്ട് നമ്മൾ മറുപടി പറഞ്ഞാൽ അത് പിന്നെ വേറെ ലെവലിലോട്ടേ പോകും. ഏതായാലും ബേസ്മെൻറ്റിൻ്റെ അടിയിൽ പോകുന്ന ഞാൻ പല ആളുകളുടെ അത് തീർത്തും പറഞ്ഞിട്ടുണ്ട്. ബേസ്മെൻറ്റ് അടിയിൽ പോകുന്ന മാൻഹോള്, സെപ്റ്റി ടാങ്ക് ഇതൊന്നും തന്നെ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഒരു രീതിയിലുള്ള ദോഷം ഉണ്ടാക്കില്ല. ഓക്കെ സാർ. അതൊന്നും ഒരു ദോഷമായിട്ട് കാണേണ്ടില്ല. നമ്മളുള്ള സ്ഥലത്തല്ലേ ഇപ്പോൾ സെപ്റ്റി ടാങ്ക് എടുക്കാൻ പറ്റൂ. നമുക്ക് അവിടെ സ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത വീട്ടിൻ്റെ കിണറിൻ്റെ അടുത്തുകൊണ്ട് നമുക്ക് ടാങ്ക് ഇടാൻ പറ്റൂ. അപ്പോൾ നമ്മളെ പറമ്പിലുള്ള പരിമിതമായ സ്ഥലത്തൊക്കെ അത് നിർത്തി ചെയ്തേ പറ്റുള്ളൂ. അത് വലിയ ദോഷമായിട്ട് ഞാൻ പണിത വീടുകളിൽ തന്നെ അങ്ങനെ പണിതിട്ടുണ്ടെങ്കിൽ പോലും അവിടെയൊന്നും അവർക്ക് അങ്ങനെ അതിൻ്റെ പേരിൽ ഒരു ദോഷം വന്നതായിട്ട് എനിക്ക് അറിവില്ല. എനിക്കതേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ സാർ, വിളിച്ചതിന് വളരെ നന്ദി. വീണ്ടും ഈ പരിപാടി തുടർന്ന് കാണുക. നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റാത്ത ചില ചോദ്യങ്ങൾ മറ്റു ചില കോളേഴ്സ് ചോദിച്ചെന്ന് വരും. സോ ഒരു ചെറിയ ഇടവേള ശേഷം വീണ്ടും തിരിച്ചു വരാം. പ്ലീസ് സ്റ്റേ വിത്ത് us. അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. ഞാൻ സ്വപ്നം കാണുന്ന വീടേ ചാരുപടിയും മുഖപ്പും നടുമുറ്റൊക്കെയുള്ള പഴയ ശൈലിയിലുള്ള ആധുനിക കെട്ടിടം. എങ്കിൽ വാ, നമുക്ക് ഇപ്പൊ തന്നെ അർജുൻ അസോസിയേറ്റ്സിൽ പോവാം. പഴമയുടെ പ്രൗഢിയിൽ ആധുനിക രീതിയിൽ ഗൃഹനിർമ്മാണത്തിന് പേരുകേട്ട സ്ഥാപനം അർജുൻ അസോസിയേറ്റ്സ്. വിളിക്കേണ്ട നമ്പർ 8281550000. 25-ലധികം വർഷത്തെ സേവന പാരമ്പര്യമുള്ള സരസ്വതി എന്റർപ്രൈസസിൽ സെറ സ്റ്റൈൽ ഗാലറി.
Sarah reflects your style. Voted Product of the Year, Sarah. സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുടി ട്രിവാൻഡ്രം. ചരിത്രമുറങ്ങുന്ന അനന്തപുരിയുടെ പരിശുദ്ധ മണ്ണിൽ APN ടീക്ക് ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്കായി. നിലമ്പൂർ തേക്കിന് വെല്ലുന്ന കരുത്തും ഞങ്ങളുടെ കരവിരുതും ഇനി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളിലും ഓഫീസുകളിലും. 10 വർഷം വാറന്റിയുള്ള ജർമ്മൻ പോളിഷിനാൽ ഫിനിഷ് ചെയ്ത A+ ഗ്രേഡ് ടീക്ക് വുഡുകൾക്ക് ലൈഫ് ടൈം വാറന്റി. APN ടീക്ക് ലൈഫ് സ്റ്റൈലിൽ അനന്തപുരിയിൽ ടീക്ക് ഫർണിച്ചറുകൾക്ക് മാത്രമായി ഒരേയൊരു ലൈഫ് സ്റ്റൈൽ ഷോറൂം. APN ടീക്ക് ലൈഫ് സ്റ്റൈൽ ഷോറൂം. APN ടീക്ക് ലൈഫ് സ്റ്റൈൽ, ന്യൂ കാരക്കാമണ്ഡപം, തിരുവനന്തപുരം. അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. വെൽക്കം ബാക്ക് ടു അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. സാർ, നമുക്ക് ഒരു കോളർ ഉണ്ട്. ഹലോ. ഹലോ. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം, പറഞ്ഞോളൂ. എന്താ പേരെന്താ? എന്റെ പേര് വസന്ത, ഹസ്ബൻഡിന്റെ പേര് സുകുമാരൻ. എവിടെയാണ്? സുകുമാരന്റെ നമ്പറാണ് ഇപ്പൊ ഞാൻ. കുഴപ്പമില്ല, നമ്പർ കിട്ടി. മാഡം എവിടെയാണെന്ന് പറഞ്ഞോളൂ. കണ്ണമൂലയിലാണ്, തിരുവനന്തപുരം. എനിക്ക് 7 സെന്റ് സ്ഥലവും ഒരു വീടും കൂടെ ആയിട്ട് വാങ്ങിച്ചു. ഓക്കെ, ചോദിച്ചു. ഞങ്ങൾ അങ്ങനെ താമസിച്ചോണ്ടിരുന്നു. അപ്പൊ 8 വർഷം കൊണ്ട് അവിടെ താമസിച്ചിട്ട് അവർക്ക് അവന്റെ ഇപ്പൊ 1 വർഷവും 4 മാസം എന്റെ മരുമോൻ മരിച്ചു ആ വീട്ടില്. ചുറ്റളവ് മൊത്തം 4 മടുക്കെട്ടാണ്. ഈ സാറ് പറഞ്ഞ കണക്ക് ഈ ടെസ്റ്റ് സ്റ്റാൻഡ് കിടക്കുന്നത് സ്റ്റെപ്പിന്റെ അടിയിലാണ്. മതിൽക്കെട്ടിന്റെ സൈഡിൽ കൂടെ ഉള്ള അടിയിലാണ് കിടക്കുന്നത്. അപ്പം കിഴക്ക് ഭാഗത്ത് ഒരു കുഴി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരാളെ നോക്കി പറഞ്ഞാൽ കുഴി നോക്കണമെന്ന് പറഞ്ഞു. അത് നോക്കി കഴിഞ്ഞ് എന്നാലും അവിടെ താമസിക്കാൻ പറ്റുന്നില്ല. അവിടെ താമസിച്ച കൊച്ചു മക്കൾക്കും ചേട്ടനും ആണുങ്ങൾക്കാണ് അവിടെ പ്രശ്നം. അപ്പൊ ഞങ്ങളിപ്പോ വീട് മാറി, വീട് അത് വാടകയ്ക്ക് കൊടുത്തു. വാടകയ്ക്ക് കൊടുത്തപ്പം ജഗദീഷ് വട്ടത്താണ് താമസിക്കുന്നത്. 5 മാസമായതേ ഉള്ളൂ ഇങ്ങോട്ട് വന്നിട്ട്. ഇപ്പൊ ആ വീട് വാടകയ്ക്ക് താമസിക്കുന്നവർ എങ്ങനെയാണ് അവിടെ? വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇതിനകത്ത് 2 കാര്യങ്ങൾ പറയാം. വീട് ഇപ്പം എനിക്ക് വീട് നേരിട്ട് കാണാതെ ഇതിൻ്റെ കറക്റ്റായിട്ട് വാസ്തുദോഷം എന്തെങ്കിലും അതിനകത്ത് അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് വീട് നേരിട്ട് കണ്ടാലേ ഇത്തരം കാര്യങ്ങൾ ഒരു കൃത്യത വരെ പറയാൻ പറ്റും. എങ്കിലും ഞാൻ പൊതുവേ പറയാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വീട് നമുക്ക് കിട്ടുന്ന ഒരു ഒരു പ്രദേശത്ത് ഒരു കുറച്ച് പ്ലോട്ടിലൊക്കെ ഒരു വീട് വയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലം നമ്മൾ അറിയും. നമ്മൾ അങ്ങ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷേ അതിനകത്ത് കുറച്ച് ഈ പറഞ്ഞ ശാസ്ത്രവിധി പ്രകാരം ദോഷം സംഭവിക്കാമെന്നുള്ള വസ്തുതകളും കാണും. കുറേയൊക്കെ നമ്മളുടെ തെറ്റിദ്ധാരണ കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മൾ ആ വീട് നമുക്ക് മാറി താമസിച്ചപ്പോൾ നമുക്ക് വലിയ പ്രശ്നം അവിടെ ഇല്ല. വേറൊരു പാർട്ടി വാടകയ്ക്ക് വന്ന് താമസിച്ചപ്പോൾ അവർക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. നമ്മുടെ ഈ വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ ജന്മനക്ഷത്രവും നമ്മുടെ സമയവും ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും. ചിലപ്പോൾ വീട്ടിൻ്റെ മാത്രം ആയിരിക്കില്ല അതിൻ്റെ ദോഷം. ചിലപ്പോൾ ആ ഒരു ഘട്ടം മാറി താമസിക്കേണ്ട ഒരു സാഹചര്യമാണോ, അതല്ലെങ്കിൽ നമുക്ക് ആ ഭൂമി യോജിച്ച ഒരു താമസയോഗ്യമായിട്ടുള്ള ഒരു വീട് അല്ലാതെ വരാം. അങ്ങനെ ധാരാളം അനുഭവങ്ങൾ പലർക്കും ഉണ്ടാവും. അപ്പോൾ എന്തായാലും അതിനെപ്പറ്റി കൂടുതലായിട്ട് ഇത് മറുപടി എനിക്ക് നേരിട്ട് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും അവസരം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ വന്ന് നോക്കിയിട്ട് അതെന്താണെന്ന് പറയാം. മാഡം, വിളിച്ചതിന് നന്ദി. ഇതിനകത്ത് നമ്മൾ സാറിൻ്റെ നമ്പർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് എഴുതിയെടുത്തോളുക. എഴുതിയെടുത്തിട്ട് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഫ്രീ ആയിരിക്കുമ്പോൾ സാറിനെ വിളിച്ചാൽ സാറ് കൂടുതൽ വിശദമായിട്ട് പറഞ്ഞു തരും. വേണമെങ്കിൽ അവിടെ ഒന്ന് നോക്കി ചെയ്തു തരും. ഏതായാലും വിളിച്ചതിന് നന്ദി. ഓക്കെ സാർ, അപ്പോൾ നമ്മൾ പ്ലാനിൻ്റെ കാര്യം അളവുകൾക്കുള്ള പ്രാധാന്യം. അതെ. അപ്പോൾ ഈ അളവ് ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 സെൻറ്റ് ആയിരുന്നാൽ നമ്മൾ അവിടെ എടുക്കുമ്പോൾ വീട് വയ്ക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് അല്ല സാർ, ഇപ്പോൾ തന്നെ നമ്മുടെ കണ്ണമ്മൂല അവിടെ അതൊക്കെ അല്ല ഈ ഇതിൻ്റെ മറ്റു കാര്യങ്ങളാണ് പറഞ്ഞത്, വാസ്തു അളവുമായിട്ട് ബന്ധപ്പെട്ടല്ല. അപ്പോൾ അതിന് വേണമെങ്കിൽ പറയാം. നമുക്ക് ആ വീടിരിക്കുന്ന ചുറ്റളവ്, ആ വീടിൻ്റെ പരിധിൻ്റെ ചുറ്റ്, ആ മുറികളുടെ കണക്ക് ഒക്കെ വാസ്തുവിദ്യയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള നമ്മൾ അളന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതും ചിലപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ഇതിലാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു മുറികൾക്ക് കണക്കുകളുണ്ട്,
ഇപ്പോൾ നമുക്ക് ഒരു ടോട്ടൽ ഒരു വീടിനകത്ത് ബെഡ്റൂമിന് ഇത്ര അളവ്, കിച്ചണിന് ഇത്ര അളവ്, ടോയ്ലറ്റിന് ഇത്ര അളവ്, ഹാളിന് ഇത്ര എന്നൊക്കെയുള്ള അളവുകൾ കൊടുക്കും കോലളവിൽ. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോലളവ് എന്ന് പറയുന്നത് അതിന് ഒരു പർട്ടിക്കുലർ മെഷർമെന്റ് ഉണ്ടാവും. അതുകൊണ്ട് കാരണം നമ്മൾ ഇന്നിപ്പോൾ അതൊക്കെ വളരെ ഈ സെൻസിറ്റീവായിട്ട് എടുക്കാന്നുള്ള മീറ്ററും ഇതൊക്കെ ഉണ്ടല്ലോ, ടേപ്പൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലാത്ത കാലത്താണ് ഈ പിന്നെ ഇവർ ഒരു ഇവർക്ക് ടേപ്പും കൊണ്ടല്ല നടക്കുന്നത്. അപ്പോൾ മൂത്താശ്ശേരി ഈ ഇതിൻ്റെ ഒരു വാസ്തുവിദ്യാ വിദഗ്ധൻ ആ ഒരു പറമ്പിൽ വരുന്നു, താങ്കൾക്ക് ഒരു വീട് വയ്ക്കണം, അവിടെ ഒരു 1.5 ഏക്കർ സ്ഥലമുണ്ട്. ആ സ്ഥലം വന്ന് നോക്കിയതിന് ശേഷം അദ്ദേഹം തന്നെ ഒരു കോലങ്ങ് നിശ്ചയിക്കും. അപ്പോൾ അവർക്കൊരു കണക്കുണ്ടാവും, ഒരു കോല് ഇത്ര അங்குലം എന്നുള്ള നമുക്ക് അതിൻ്റെ മെഷർമെന്റ് ഒന്ന് പറയാം. നമുക്ക് പഴയ നമ്മൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് കോല് പറയുന്നത് 72 സെൻറ്റിമീറ്ററാണ്, 24 അങ്കുലമുള്ള കോലാണ് ഗൃഹനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത് പിന്നെ ക്ഷേത്ര നിർമ്മാണത്തിന് ഇതല്ല, ക്ഷേത്ര നിർമ്മാണത്തിന് വ്യത്യാസമുണ്ട്. അപ്പോൾ കേരളത്തിൽ പിന്നെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പോകുമ്പോൾ ഈ 72 സെൻറ്റിമീറ്റർ അല്ല. അപ്പോൾ അവിടെയും ഒരു യുക്തി വരും, അതങ്ങനെ അത് സംഭവിച്ചിരുന്നു. കാരണം നമ്മളെ കന്യാകുമാരി തിരുവിതാംകൂറിലുള്ള ഒരു കണക്കല്ല, തിരുവിതാംകൂറിൽ ഒരു കോലിൻ്റെ അളവെന്ന് പറയുന്നത് 30 ഇഞ്ചാണ്. 30 ഇഞ്ച്. അപ്പോൾ അത് 30 ഇഞ്ച് അല്ലെങ്കിൽ 76 സെൻറ്റിമീറ്റർ, 72 അല്ല. അതെവിടെയാണ്? ഇത് നമ്മൾ നാഗർകോവിലുള്ള കണക്കാണ്. ഈ 30 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നാഗർകോവിലിൽ തിരുവിതാംകൂറിൻ്റെ തുടക്കം. അവിടെ നാഗർകോവിലല്ലേ ഈ ആ ഭാഗത്തിലെ കൂടുതൽ ഈ സ്ഥപതികൾ എന്ന് പറയുന്നത് അവർ എടുക്കുന്ന അമ്പലം ചെയ്യുന്നവരൊക്കെയാണ്. അതെ. അപ്പോൾ ഞാൻ ഇതിലേക്ക് വരാം. അപ്പോൾ ഈ നാഗർകോവിലിൽ 30 ഇഞ്ചും അത് 76 സെൻറ്റിമീറ്റർ. അതേസമയം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നമ്മൾ തിരുവനന്തപുരത്ത് വ്യത്യാസം അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ തിരിച്ചു വരാം. ഹലോ, വെൽക്കം ടു അർജുന അസോസിയേറ്റ്സ് വാസ്തുഭവൻ. ആരാ സംസാരിക്കുന്നത്? സോറി, കോൾ കട്ടായി പോയി, വീണ്ടും വിളിക്കുക. അപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ, നാഗർകോവിൽ 30 ഇഞ്ച് അളവ്, അത് 76 സെൻറ്റിമീറ്റർ. തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോലുകൾ പഴയ വാസ്തുവിദ്യാ വിദഗ്ധർ അല്ലെങ്കിൽ ആചാര്യന്മാർ അതിൻ്റെ നിർമ്മാണത്തിൽ അവരുടെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഇതിൻ്റെ അവിടുത്തെ ഡയമെൻഷൻ എഴുതിയിരിക്കും. അപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തിൽ തൂണ് വെച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് ഈ ഇവിടുത്തെ തിരുവനന്തപുരത്ത് അളവെഴുതിയിട്ടുണ്ട്. അത് 28.25 അരക്കാൽ ഇഞ്ചാണ് എന്ന് പറഞ്ഞ സെൻറ്റിമീറ്റർ 74.92 സെൻറ്റിമീറ്റർ. അതാണ് തിരുവനന്തപുരത്ത് ഇവിടുത്തെ കോല്. അപ്പോൾ ഇവിടുത്തെ ക്ഷേത്ര നിർമ്മാണം ഗൃഹനിർമ്മാണത്തിനും അന്ന് കാലത്ത് എല്ലാം ഈ അളവ് തന്നെയായിരിക്കും പാലിച്ചിരുന്നത്. അതേസമയം നേരെ വീണ്ടും നമ്മൾ ഗുരുവായൂർ പോകുമ്പോഴത്തേക്ക് ഇത് വീണ്ടും കുറയാണ്, 28.25 ഇഞ്ചാണ്. ശരി. അപ്പോൾ 28.25. അപ്പോൾ അവിടെ 72 സെൻറ്റിമീറ്ററിന് തൊട്ട് താഴെയാണ്. കേരളത്തിൽ തന്നെ പല വ്യത്യാസം. കോട്ടയത്ത് ചെല്ലുമ്പോഴത്തേക്ക് 72 സെൻറ്റ് 28.4 36 സെൻറ്റിമീറ്റർ വരെ ഇഞ്ച് വരും. അപ്പോൾ അത് 72 സെൻറ്റിമീറ്ററായി. അപ്പോൾ ഇതിങ്ങനെ ഓരോ സ്ഥലത്ത് ഇതിനകത്ത് വകഭേദമുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രായോഗികമായിട്ട് ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ഒരു പ്ലാൻ എടുത്ത് വരയ്ക്കുക 76 സെൻറ്റിമീറ്റർ ഇട്ട് വരയ്ക്കുകയും അത് കണക്കാക്കി കോട്ടയത്ത് ആ പ്ലാൻ കൊണ്ടുപോകുമ്പോൾ 72 സെൻറ്റിമീറ്റർ വരുമ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസം വരും. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇതിനെ ഈ വാസ്തുവിദ്യ അതൊക്കെ ഈ ഒരു 15 വർഷം 20 വർഷത്തിനകത്ത് വന്ന മാറ്റങ്ങളാണ്. അതിനെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഏകീകൃത രൂപം ഉണ്ടാക്കിയിട്ട് ഗൃഹനിർമ്മാണത്തിന് മാത്രം 72 സെൻറ്റിമീറ്റർ ആക്കി. അതേസമയം ക്ഷേത്ര നിർമ്മാണത്തിന് അതാത് സ്ഥലത്തുള്ള കോല് തന്നെ ഉപയോഗിക്കണമെന്നാണ് നിയമം. അങ്ങനെ നിയമം. ഇപ്പം ഞാൻ തന്നെ ഒരു വീടിന് എനിക്ക് 72 സെൻറ്റിമീറ്റർ ഒരു ഏകീകരണം തിരുവനന്തപുരത്താണ് ആണ്. അതേസമയം ഞാനിപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ കണക്കാണ് ഞാൻ കൊടുക്കുകയാണെങ്കിൽ അത് 76 സെൻറ്റിമീറ്റർ തന്നെ എടുക്കണം, അതിനകത്ത് മാറ്റം വരുത്താൻ പാടില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ യുക്തി ചോദിക്കും. ഇത് ചോദിക്കുമ്പോൾ അതെന്താ കണക്ക്? ഒരിടത്ത് 76 സെൻറ്റിമീറ്റർ വരുന്നു, ഒരിടത്ത് 72, 4 സെൻറ്റിമീറ്റർ ഡിഫറൻസ്. ഞാനൊരു റൂമിൻ്റെ കണക്കെടുത്തിട്ട് 20/8 എന്നുള്ള ഒരു അളവ് എഴുതുമ്പോൾ അതിനകത്ത് 366 × 366 എന്ന് പറഞ്ഞത് 5/2 അങ്കുലം 5/2. അപ്പോൾ അത് 28-ൻ്റെ ഒരു കണക്കായി. ഇത് ഞാൻ മറ്റേ 76 സെൻറ്റിമീറ്റർ ഉള്ളപ്പോഴത്തേക്ക് വീണ്ടും കൂടും. അപ്പോൾ ഇത് അല്ലെങ്കിൽ അത് അല്പം കുറഞ്ഞ് വരുമ്പോഴത്തേക്ക് അടുത്ത അധമമായിട്ട് മരണച്ചുറ്റിൽ ചെന്ന് പെടും. അപ്പോൾ ഒരു തർക്കത്തിനിടയായി. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, ഇതിനെ ഏകീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് നമുക്ക് ആളുകൾ സംശയം ചോദിക്കില്ല. അതെന്താണ്, കേരളത്തിൽ പലയിടത്തായിട്ട് അളവുകൾ വ്യത്യാസമുണ്ട്. ഇത് ഒരു ഏകീകൃത സ്വഭാവമില്ലാതെ. പക്ഷേ ഇത് പണ്ട് കാലത്ത് ഇത് ചെയ്തിരുന്നത്, ഈ ഒരു പ്രദേശത്ത് ഒരു സ്ഥപതി വന്ന് വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ ഒരു നിർമ്മാണം നടത്തുമ്പോൾ ഒരു ഈ ചർച്ചയിലോട്ട് തിരിച്ചു വരാം. സാർ, വെൽക്കം ടു അർജുന അസോസിയേറ്റ്സ് വാസ്തുഭവൻ. ആരാ സംസാരിക്കുന്നത്? സാർ, പേര് പറഞ്ഞോളൂ. ഹലോ. ഹലോ. പേര് പറഞ്ഞോളൂ മാഡം, പേരും സ്ഥലവും പറയും.
അനിത സാർ, ഞാൻ കണ്ണമ്പ്ര വടക്കഞ്ചേരി അടുത്തുനിന്നാണ് വിളിക്കുന്നത്. എടാ വടക്കഞ്ചേരി. വടക്കഞ്ചേരി. എന്താണ് ആദ്യമായിട്ടാണോ ഈ പരിപാടി കാണുന്നത്? അതെ അതെ, ആ പരിപാടി കാണാറുണ്ട്, വിളിച്ചിട്ട് കിട്ടാറില്ലായിരുന്നു. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, കണക്ക് ചോദിച്ചോളൂ മേഡം, ചോദിച്ചോളൂ മേഡം. എന്താണ് അറിയേണ്ടത്? സാർ നമസ്കാരം. നമസ്കാരം സാർ, ഞങ്ങള് വീട് പുതിയൊരു പകുതി കെട്ടിവെച്ച വീടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതില് ഇതേപോലെ ഞാൻ കുറച്ച് മുമ്പ് കണ്ടിരുന്ന തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ബാത്റൂം അങ്ങനത്തെ പ്രശ്നമായിരുന്നേ. അപ്പൊ ഞങ്ങള് ഇതേപോലെ ഞങ്ങൾക്ക് വീട് വാങ്ങിക്കുമ്പോഴേ അതിന് അങ്ങനെയാണ് കാണുന്നത്, തെക്ക് പടിഞ്ഞാറേ മൂലയിലാണ് ബാത്റൂം ഉള്ളത്. അപ്പൊ എല്ലാരും പറഞ്ഞു അത് പൊളിച്ചു മാറ്റണം, അതാണ് ഏറ്റവും വലിയ കഷ്ടപ്പാടെന്ന് പറയുന്നായിരുന്നു. പക്ഷെ നമ്മളത് പൊളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീടിന്റെ ഏത് ഭാഗത്തായിട്ടാണ് വെക്കുന്നത് സാർ? അത് ശരി. ഇപ്പോൾ നമുക്ക് ഈ നേരത്തെ ഞാൻ ഈ പ്രോഗ്രാമിൽ പറഞ്ഞിരുന്നു, ഒരു വീട്ടിൽ തെക്ക് കിഴക്കേ ഭാഗം അല്ലെങ്കിൽ കന്നിഭാഗത്ത് ടോയ്ലറ്റ് വരാൻ പാടില്ല, അങ്ങനെ സാധാരണ ചെയ്യാറില്ല. അത് വസ്തുത തന്നെയാണ്. അതിനകത്ത് ശാസ്ത്രീയ പിൻബലം എന്തൊക്കെ കൊണ്ട് വന്നാലും അത് ചെയ്യുന്നത് ഉചിതമല്ല. അതേസമയം നമ്മൾ വീടിൻ്റെ മറ്റു ഭാഗങ്ങളിൽ കോർണറിൽ ഈശാന മൂലയ്ക്ക് എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്കേ കോർണറിൽ കൊണ്ട് ഇതേപോലെ തന്നെ ഒരു ബാത്റൂം പണിയാൻ പാടില്ല. കാരണം ഇത് രണ്ടും നമ്മൾ വീട് നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് പോയിൻറ്റ്സാണ്. ഒന്ന് തെക്ക് കിഴക്കേ മൂല നമ്മൾ വാസ്തുപുരുഷ സങ്കല്പം അനുസരിച്ചിട്ട് അതിലൊക്കെ എത്രത്തോളം ശാസ്ത്രീയമായിട്ടുള്ളതെന്നുള്ള അല്ല ഞാൻ പറയുന്നത്, അതിനൊരു പ്രാധാന്യം കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ തെക്ക് പടിഞ്ഞാറേ ഭാഗം എന്ന് പറഞ്ഞത് വാസ്തുപുരുഷ സങ്കല്പം അനുസരിച്ചിട്ട് അത് ആ വാസ്തുപുരുഷൻ്റെ പാദവും ഈ വടക്ക് കിഴക്കേ ഭാഗം ആ ഭാഗം അതിൻ്റെ ശിരസും വരുന്നതാണ്. അപ്പോൾ ഇതിന് നമ്മൾ പ്ലാനിൽ കുറച്ച് നമ്മൾ പ്രാധാന്യം കൊടുത്ത് ഈ ഭാഗത്ത് ടോയ്ലറ്റ് ഒഴിവാക്കിയിട്ട് മറ്റ് രണ്ട് കോർണറിൽ വന്നെന്ന് വിചാരിച്ച് വലിയ പ്രശ്നങ്ങളായിട്ട് കാണാറില്ല. അപ്പോൾ അവിടെയൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. കാരണം പരിമിതമായ സ്ഥലത്ത് ഇതെല്ലാം ഇതിനടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ള സ്ഥലം കൊണ്ട് ഇതൊന്നും വീട് പണിയാൻ പറ്റാതെ വരും. അപ്പോൾ ഇത് രണ്ടും കഴിവതും ഒഴിവാക്കി ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കഴിവതും ഞാൻ പറഞ്ഞല്ലോ, ഈ രണ്ട് മൂലയ്ക്ക് രണ്ട് കോർണറിലായിട്ട് ഒരു ബെഡ്റൂമോ അവിടെയൊക്കെ ബെഡ്റൂമോ മറ്റോ ഹാളോ മറ്റേതൊക്കെ വന്നിട്ട് ആ കോർണറിൽ കൊണ്ടുവന്ന് ഒരു ബാത്റൂം കൊടുക്കാതെ അവിടെ അല്പം സ്ഥലം വിട്ട് ഒരു ഡ്രസ് ഏരിയയോ ഒരു സിറ്റ് ഔട്ടോ ഒക്കെ കൊടുത്തിട്ട് അല്പം മാറ്റി ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ മാഡം, വിളിച്ചതിന് നന്ദി. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ മാഡം, വിളിച്ചതിന് നന്ദി. സാർ, അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ സബ്ജക്റ്റിലോട്ട് തന്നെ അതെ, നമ്മൾ കോലിൻ്റെ വ്യത്യാസം. അതെ അതെ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞാൽ കേരളത്തിൽ പിന്നെ നാറുകോല് മുതൽ പിന്നെ കാസർഗോഡ് വരെ എടുക്കുമ്പോഴത്തേക്ക് ഒരേ അളവല്ല എന്നും അത് നമുക്ക് വ്യത്യാസം ഉണ്ടെന്നും അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടൊരു സംശയം വരും. അപ്പോൾ പഴയ നമ്മളെ ഈ ഇത് കൈകാര്യം ചെയ്ത് തന്നെ ആചാര്യന്മാർ ഇതിന് ഒരു കൃത്യമായിട്ട് ഒരു കണക്കെടുക്കാതെ ആ സ്ഥലത്ത് വന്നിട്ട് അവിടുത്തെ ഭൂപ്രകൃതിയും അവിടുത്തെ ഫലഭൂയിഷ്ഠതയും കൂടെ കണക്കിലെടുത്തിട്ടാണ് ഈ അളവുകൾ. അപ്പോൾ അതുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞു വരുന്നത്. കാരണം അന്നൊക്കെ നമ്മൾ വരുമ്പോൾ അവർ ആ പ്രദേശത്ത് വന്നിട്ട് ഒരു ധാന്യം വിതയ്ക്കും. അപ്പോൾ അത് നെല്ലാവാം, യവമാവാം. അപ്പോൾ നമ്മൾ ഒരു നെല്ലിട അല്ലെങ്കിൽ യവത്തിൻ്റെ കണക്ക് പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ 8 യവ അല്ലെങ്കിൽ 8 നെല്ല് അടുക്കി വയ്ക്കുന്നതാണ് ഒരു അങ്കുലമായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാർകോവിലുള്ള 8 നെല്ലെടുത്ത് അടുക്കി വയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഫലഭൂയിഷ്ഠതയുടെ പ്രകാരം ഇവിടെ കൂടുതലാണ്. അപ്പോൾ ഇവിടുത്തെ ആ നെല്ലിൻ്റെ വലുപ്പത്തിന് വ്യത്യാസം. അപ്പോൾ അത് 70 അങ്ങനെ വന്നത് അതിന് 30 ഇഞ്ചായി. മറിച്ച് നമ്മൾ കോട്ടയത്ത് ചെന്നപ്പോൾ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് 72 സെൻറ്റിമീറ്ററേ ഉള്ളൂ. ഗുരുവായൂർ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഈ പറഞ്ഞ 71 പോയിൻറ്റ് സംതിങ്ങേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ അടിസ്ഥാന തത്വം. അപ്പോൾ നമ്മളെ ഭൂപ്രകൃതിയായിട്ട് ബന്ധപ്പെടുത്തി. ഹലോ, വെൽക്കം ടു അർജുന അസോസിയേറ്റ്സ് വാസ്തുഭവനം. സാർ, ആരാ സംസാരിക്കുന്നത്? പേര് പറഞ്ഞു. കൊല്ലത്ത് സുനിൽ. സാർ, ആദ്യമായിട്ടാണോ ഈ പരിപാടി കാണുന്നത്? വെരി ഗുഡ് വെരി ഗുഡ്. നന്നായി. കാരണം ഈ പരിപാടി ധാരാളം പ്രേക്ഷകർക്ക് നമ്മുടെ അർജുൻ സാറ് വളരെ വിദഗ്ധനായ ഒരു വാസ്തുശാസ്ത്രപരമായിട്ട് ഗൃഹം നിർമ്മിക്കുന്ന ഒരു എഞ്ചിനീയറാണ്. അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും ചോദിക്കാനുള്ള ഒരു വേദിയാണ്. ചോദിച്ചോളൂ സാർ. നമസ്കാരം. സാർ, ഞാൻ എൻ്റെ വീട്ടിൽ 9 സെന്റ് സ്ഥലമാണ്. 9 സെന്റ് സ്ഥലമാണ് വീടിന്റെ ഈ നമ്മുടെ ടൗണിലാണ് താമസിക്കുന്നത് കൊണ്ട് ഈ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി വെളിയിൽ കളയാൻ, വേസ്റ്റ് നമ്മളെ ഇവിടെ ഡംപ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങള് ഒരു ബാരൽ വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റുകളെല്ലാം ഒരു സൈഡിൽ, അതായത് പിന്നെ വടക്ക് കിഴക്കേ മൂലയിലാണ് സാധാരണ കത്തിച്ചുകൊണ്ടിരുന്നത്.
അപ്പൊ അത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? വടക്ക് കിഴക്കേ മൂലയില ഞാൻ തൊട്ട് മുൻപായിട്ട് ഇപ്പം നമ്മൾ വിളിക്കുന്ന തൊട്ട് മുമ്പായിട്ട് ഞാൻ അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി, വാസ്തു സംബന്ധിച്ചുള്ള പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞു. ഈ തെക്ക് പടിഞ്ഞാറേ ഭാഗവും വടക്ക് കിഴക്കേ ഭാഗവും നമ്മൾ കുറച്ച് ശുചിയും വൃത്തിയും ഒക്കെ ആയിട്ട് സൂക്ഷിച്ചാൽ വീട്ടിൻ്റെ ഐശ്വര്യം കൂടും, വീട്ടിൻ്റെ നമ്മുടെ ഇതിനെല്ലാ കാര്യത്തിനും അത് ഒരു പോസിറ്റീവ് എനർജി വരും എന്നുള്ളതാണ് അതിനകത്ത് കാണേണ്ടത്. അന്ന് വിചാരിച്ച് അത് ഒരു വലിയ മറ്റു തരത്തിലുള്ള ഒരു ശാസ്ത്രത്തിന് അതിനകത്ത് യാതൊരു പിൻബലവും ഇല്ല. നമ്മളത് കാരണം നമ്മളൊരു വിശ്വാസമാണല്ലോ ഇതല്ല. ഇതാണ് നമ്മൾ വിശ്വാസത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഈ രണ്ട് ഭാഗവും വൃത്തിയായി സൂക്ഷിക്കുകയും അവിടെ കുറച്ചുകൂടെ ശുചിത്വം പാലിക്കുകയൊക്കെ ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ഉള്ള സ്ഥലത്ത് നമുക്ക് ഈ കാര്യങ്ങൾ നമ്മൾ അടുത്തൊരാളുടെ പറമ്പിൽ കൊണ്ടിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇവിടെ വാസ്തുവിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് എനിക്ക് അതിനോട് പറയാനുള്ളത്. കഴിഞ്ഞ കോളറിൽ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പം അതിനകത്ത് സാറ് പറഞ്ഞ മറ്റേ പിളഭാഗം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീട്ടിൽ കത്തിക്കുന്ന പിളഭാഗം കത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് അത് ഞാൻ പറഞ്ഞത് ഇത് ഓരോ കാര്യങ്ങളും ഇതിനകത്ത് ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു പിൻബലമുണ്ട്. ഇത് ഒരിക്കലും നമ്മളൊരു 5 സെന്റിനകത്ത് ഈ വാസുപുരുഷൻ എന്നുള്ള സാധനം വന്ന് അവിടെ കിടക്കണമെന്നില്ല. ഇതൊക്കെ ഒരു വിശ്വാസമാണ് അത് പറഞ്ഞത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അവിടെ അങ്ങനെ ഒരു പുരുഷനും വന്ന് കിടപ്പില്ല, അങ്ങനെ ഒരാളും ഇല്ല. ഇതൊക്കെ നമ്മളൊരു വിശ്വാസമാണ്. ഓക്കെ ഓക്കെ സാറേ, ഞാൻ ഒരു കാര്യം ഈ തെക്ക് പടിഞ്ഞാറേ മൂല നമ്മൾ കന്നിമൂലയില് വാഴ നട്ടിട്ടുണ്ട്, വാഴകള്. അങ്ങനെ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. വീടിൻ്റെ ഏറ്റവും അടുത്ത് വാഴ, കമുക്, തെങ്ങ് ഇതൊക്കെ നടാവുന്ന വിധിയുണ്ടല്ലോ. അപ്പോൾ അത് വീട്ടിന് ദോഷം വരാത്ത രീതിയിൽ നമുക്ക് ചെയ്യാമല്ലോ. അതിനൊന്നും ഈ ഇതുമായിട്ട് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ട് വരുന്നില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, വിളിച്ചതിന് നന്ദി. സാർ, നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം. ഷോർട്ട് ബ്രേക്ക്. അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. ഞാൻ സ്വപ്നം കാണുന്ന വീടേ ചാരുപടിയും മുഖപ്പും നടുമുറ്റൊക്കെയുള്ള പഴയ ശൈലിയിലുള്ള ആധുനിക കെട്ടിടം. എങ്കിൽ വാ, നമുക്ക് ഇപ്പൊ തന്നെ അർജുൻ അസോസിയേറ്റ്സിൽ പോവാം. പഴമയുടെ പ്രൗഢിയിൽ ആധുനിക രീതിയിൽ ഗൃഹനിർമ്മാണത്തിന് പേരുകേട്ട സ്ഥാപനം അർജുൻ അസോസിയേറ്റ്സ്. വിളിക്കേണ്ട നമ്പർ 8281550000. 25-ലധികം വർഷത്തെ സേവന പാരമ്പര്യമുള്ള സരസ്വതി എന്റർപ്രൈസസിൽ സെറ സ്റ്റൈൽ ഗാലറി. സെറ റിഫ്ലെക്ട്സ് യുവർ സ്റ്റൈൽ. Voted Product of the Year, Sera. സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, ട്രിവാൻഡ്രം. അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. വെൽക്കം ബാക്ക് ടു അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. സാർ, നമുക്ക് ഞാൻ കഴിഞ്ഞ തവണ അനൗൺസ് ചെയ്തിരുന്നു, ഞങ്ങൾക്കൊരു മെയിൽ ഐ ഡി ഉണ്ട്, vastubavanam@gmail.com എന്ന് പറഞ്ഞിട്ട്. പ്രേക്ഷകർ ദയവായി നോട്ട് ചെയ്തോളുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെയിൽ ചെയ്താൽ അടുത്ത എപ്പിസോഡിൽ അത് ഇവിടെ വായിക്കുന്നതാണ്. കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡ് കണ്ടിട്ട് ഒരു ശ്രീമതി ഒരു ബിന്ദു കൃഷ്ണ എന്നൊരു മാഡം നമ്മുടെ ഒരു മെയിൽ അയച്ചിരുന്നു. ചോദ്യം ഇതാണ്: സ്റ്റെയർ കേസിന് താഴെ ബാത്റൂം ചെയ്യാമോ? എൻ്റെ വീട്ടിൽ ഒരു ബാത്റൂം സ്റ്റെയർ കേസിന് താഴെയാണ്. ബിന്ദു കൃഷ്ണയുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ്. അതിൽ ഈ സംശയത്തിന് വാസ്തു സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവും ഇല്ല. പിന്നെ അതിൻ്റെ പിന്നെ എഞ്ചിനീയറിംഗ് സൈഡും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കൊരു അപ്രൂവൽ പ്ലാന് നമ്മൾ കോർപ്പറേഷനോ പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ സാങ്ഷൻ വയ്ക്കണമെങ്കിൽ ബാത്റൂമിൻ്റെ ഹൈറ്റുണ്ട്. അത് 2.4 ഹൈറ്റ് വേണം. അത്രയും മിനിമം അത്രയും വേണം. അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമേ പെർമിറ്റ് തരുള്ളൂ. അത് എന്തുകൊണ്ട് അങ്ങനെ അവർ മിനിമം വെച്ചിരിക്കുന്നത്? അത് വളരെ റിസർച്ച് ചെയ്തിട്ടാണല്ലോ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഗവൺമെൻറ്റൊക്കെ. അപ്പോൾ 2.4 മീറ്ററെങ്കിലും ഹൈറ്റ് ഉള്ളതേ ബാത്റൂമിൻ്റെ ഫ്ലോർ ചെയ്യാവൂ എന്നാണ് നിയമം. അപ്പോൾ നമ്മൾ സ്റ്റെയർ കേസ് ലാൻഡിങ് ആണെങ്കിൽ ചിലപ്പോൾ 2 മീറ്ററൊക്കെ ആവും. അങ്ങനെ വന്നാൽ അത് 2 രീതിയിൽ ദോഷമാണ്. ഒന്ന്, നിയമപരമായിട്ട് കിട്ടത്തില്ല. രണ്ടാമത്, തീരെ ഹൈറ്റ് കുറഞ്ഞാൽ നമുക്ക് ആ ബാത്റൂം ഉപയോഗിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഈ സഫോക്കേഷൻ ഇതിനകത്ത് മൊത്തത്തിൽ ഒരു കൺജസ്റ്റഡായി ഇതിനകത്ത് എയർ സർക്കുലേഷൻ ഇല്ലാതെ നമുക്ക് വല്ലാത്തൊരവസ്ഥ വരും എന്നുള്ളതേ ഉള്ളൂ. അതിന് വാസ്തു സംബന്ധിച്ച് യാതൊരു ബിന്ദു മാഡം, താങ്കളുടെ മെയിലിന് സാർ നന്നായൊരു മറുപടി സാറ് ശാസ്ത്രീയപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തൊരു കോളറുണ്ട്. സാർ നമുക്കെല്ലാം സാർ. ഹലോ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനത്തിലേക്ക് സ്വാഗതം. പറഞ്ഞോളൂ. എവിടെന്നാ വിളിക്കുന്നത്? എൻ്റെ പേര് ദിശ. എവിടെന്നാ? കൊല്ലത്തുനിന്നാണ്. ആദ്യമായിട്ടാണോ ഈ പരിപാടി കാണുകയും വിളിക്കുകയും ചെയ്യുന്നത്? എല്ലാ ആഴ്ചയും ഉണ്ട് കേട്ടോ. എല്ലാ ആഴ്ചയും വ്യാഴാഴ്ച 12:30 അർജുൻ സാർ ഇവിടെ ഉണ്ടാവും. ചോദിച്ചോളൂ. ചോദിച്ചോളൂ. എന്താണ്? നമസ്കാരം സാർ. നമസ്കാരം സാർ. ഞങ്ങളൊരു വസ്തു കാണാൻ
കാണാൻ പോയില്ല, ഇങ്ങനെ പറഞ്ഞൊരു വസ്തു വാങ്ങിക്കാനാ. 14 സെന്റ് ഉണ്ട്, പക്ഷെ ത്രികോണാകൃതിയിലാണോ പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വസ്തു വാങ്ങിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ട് ത്രികോണാകൃതിയിലുള്ള? ആദ്യം നമ്മൾ ഇതിന് കേട്ട ത്രികോണാകൃതിയിലുള്ള വസ്തു വാസ്തുവിധി അനുസരിച്ചിട്ട് പാടില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ത്രികോണം 5 വശങ്ങളുള്ളത്, 6 ഇതായിട്ടുള്ളത് വൃത്തം. ഈ 4 രീതിയിലുള്ള വസ്തുക്കൾ നമുക്ക് ഗൃഹത്തിന് അനുയോജ്യമല്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്നാൽ നമുക്ക് ഇതിപ്പോൾ അത് ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയതാണ്. അപ്പോൾ അന്നൊക്കെ ഈ പറമ്പ് വളരെ വിസ്തൃതമായിട്ടുള്ള സമയത്താണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് വളരെ പരിമിതമായ കുറച്ച് സ്ഥലം ഉള്ളിടത്ത് ഒരു കിട്ടുന്ന പറമ്പിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ത്രികോണം എന്നുള്ള ആ ഷേപ്പ് അങ്ങ് മാറ്റാൻ നമുക്ക് ശ്രമിച്ചാൽ പറ്റും. കാരണം എത്ര സെൻറ്റാണ് ഉണ്ടെന്ന് പറഞ്ഞേ? 14 സെൻറ്റ്. നമുക്ക് ആവശ്യമുള്ള സ്ഥലമുണ്ടല്ലോ, ഇതിനകത്ത് കിട്ടാവുന്നുള്ള ഒരു സ്ക്വയറോ റെക്റ്റാങ്കിളോ നമ്മൾ കൽപ്പിച്ചാൽ മതി. അതെടുത്തിട്ട് അതിനൊരു വാസ്തു മന പോലെ ഒരു അതിര് തിരിച്ച അതിൽ കെട്ടി മറ്റു പുറകെ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ഉള്ള പറമ്പിനെ ആദ്യം പുരേടാക്കി എടുത്ത് അതിനെ മതിലൊക്കെ കെട്ടിയെടുത്തിട്ട് ഇതിനകത്ത് വീട് പണിയുന്നതിന് മുമ്പ് ഒരു വാസ്തു സ്ക്വയർ ഉണ്ടാക്കി, അത് റെക്റ്റാങ്കിളോ ദീർഘചതുരോ അല്ലെങ്കിൽ സ്ക്വയർ ആക്കിയോ എടുത്തിട്ട് അതിനകത്ത് വീട് പണിയാം. ഒരു തെറ്റുമില്ല. ഓക്കെ മാഡം, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാൻ? മനസ്സിലായോ? വ്യക്തമായിട്ട് മനസ്സിലായോ? ഓക്കെ മാഡം, വിളിച്ചതിന് നന്ദി. വീണ്ടും തുടർന്ന് ഈ പരിപാടി 1:30 വരെയുണ്ട്. ഈ പരിപാടി തുടർന്ന് കാണുക. സാർ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന ഈ കോലിൻ്റെ വ്യത്യാസം ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നല്ലോ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് കോലിനെ, അപ്പോൾ ഇതൊരു യുക്തിയും കൂടെയാണ്. കാരണം പലരും അപ്പം എങ്ങനെയാണ് 72 സെൻറ്റിമീറ്റർ ഇവിടെ ഇത് വന്നിട്ട് അവിടെ അങ്ങനെ വ്യത്യാസം എന്തോന്ന് ശാസ്ത്രമാണ്. പക്ഷേ ഈ ഭൂമിയുടെ ഫലഭൂയിഷ്ഠമായിട്ട് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നിർമ്മാണങ്ങൾ നടത്തേണ്ടതെന്നാണ് ഈ ശാസ്ത്രം പറയുന്നത്. അല്ല, ഇപ്പം തന്നെ കൊല്ലത്തുനിന്ന് വിളിച്ച മാഡം ഒരു അത് പ്ലോട്ടിന്റെ ഷേപ്പ് അത് ശരിയാണ്, ശരിയല്ലേ? അവർക്ക് 14 സെന്റ് ഉണ്ട്. 14 സെന്റ് ഉള്ള സ്ഥിതിക്ക് അവർക്ക് ഒരു വീട് അത് സ്ക്വയർ ആക്കി എടുക്കുക, ചിലപ്പോൾ റെക്റ്റാങ്കിൾ ആക്കി എടുക്കുക ചെയ്യാം. അതിനകത്ത് നിർത്തിക്കൊണ്ട് പ്ലാൻ വരച്ചാൽ മതിയല്ലോ. അപ്പം നമ്മൾ ഈ റെക്റ്റാങ്കിളായിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞ പറമ്പിനെ അങ്ങ് ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. ഉള്ള ഭൂമിയിലല്ലേ വീട് പണിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ശാസ്ത്രത്തെ എപ്പോഴും കാണേണ്ടത് അതിനെ ഈ പലപ്പോഴും നമുക്ക് വന്നിട്ടുള്ള ഒരു അപജയം അതാണ്. ഇത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും അതിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ആധുനികമായിട്ട് നമ്മൾ പ്രായോഗിക ചിന്തയും കൂടെ യോജിച്ചല്ല അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർ ആ ശാസ്ത്രത്തിൽ ഒരു ശ്ലോകം പറയും, ആ ശ്ലോകത്തിനകത്ത് നിന്നുകൊണ്ട് ഇങ്ങനെയല്ലേ പറയുന്നത്. അപ്പോൾ പിന്നെ അതിനങ്ങ് മാറി ചിന്തിക്കുന്നത് അതല്ല. സാർ, നമുക്കൊരു കോളറുണ്ട്. ഹലോ, വെൽക്കം ടു അർജുൻ അസോസിയേറ്റ്സ് വാസ്തു ഭവനം. ആരാ സംസാരിക്കുന്നത്? ഹലോ, പോങ്ങുമൂട് രാജു. രാജു. സാർ, ഈ പരിപാടി ആദ്യമായിട്ടാണോ കാണുന്നത്? ഓക്കെ, തീർച്ചയായിട്ടും തുറന്നു വരുന്ന എപ്പിസോഡിൽ കാണുക. ചോദിച്ചോളൂ. ഞാൻ കന്നിമൂലയോട് അടുത്ത് കന്നിമൂലയിൽ ഒരു പൂജാമുറി കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്ത് ഒരു ബാത്റൂം, അത് അതിനോട് ചേർന്നാണ് വന്നിരുന്നത്. അതിന്റെ അടുത്താണ് റൂം. അപ്പൊ ഈ ബാത്റൂം അവിടെ കൊടുക്കുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. നമസ്കാരം. ഇതിന് എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല. നമുക്ക് എല്ലാം നല്ലതിന് വേണ്ടി ചിന്തിക്കുക. ഇപ്പോൾ നമുക്ക് പൂജാമുറി എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിനകത്ത് പൂജാമുറി നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് ഒരു ശാസ്ത്രവും പറഞ്ഞിട്ടില്ല. അത് നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മതി. അവിടെ ഒരു വിളക്ക് വെച്ചിട്ട് നമുക്ക് പിന്നെ പ്രാർത്ഥിച്ചാലും ദൈവം വിളി കേൾക്കും. അതേസമയം നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഒരു പൂജയ്ക്ക് വേണ്ടി അല്പം സ്ഥലം ഒരുക്കി അതിനെ ഒരു അല്പം വൃത്തിയോടുകൂടി ഒരു റൂമാക്കി വെച്ച് അതിനകത്ത് സ്വസ്ഥമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കാനായിട്ട് സൗകര്യം ഉണ്ടെങ്കിൽ അതും കുറേ കൂടെ നല്ലതാണ്. ഇപ്പോൾ പൂജാമുറിയുടെ തൊട്ടടുത്ത് ഒരു ഭിത്തി, ആ ഭിത്തിയോട് ചേർന്ന് ഒരു ബാത്റൂം പണിയുമ്പോഴത്തേക്കും നമ്മളുടെ മനസ്സിൽ വരുന്ന ഘടകം എന്തരാണ്? തൊട്ടടുത്ത് ബാത്റൂം അല്ലേ, പൂജാമുറി അശുദ്ധമാവില്ലേ? ഈ ചിന്തയാണ് നമ്മളതിലേക്ക് കൊണ്ടുപോകുന്നത്. കഴിവതും നമുക്ക് ആ ചിന്ത ഒഴിവാക്കാനായിട്ട് ആ പൂജാമുറിയുടെ ചുവരിനോട് ചേർത്ത് ഭിത്തി പണിയാതിരുന്നാൽ മതി. അങ്ങനെ ഒരു പക്ഷേ സംഭവിച്ചെന്നും പറഞ്ഞ് ഒരു ദൈവനും അവിടെ നേടിച്ചൊന്നും പോവില്ല. അങ്ങനെയുള്ളൊരു കാര്യം അതിനകത്ത് കാണേണ്ട. കാരണം വീട് ദേവാലയമല്ല. അവിടെ നമ്മളൊരു പ്രാർത്ഥന, നമുക്ക് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരിടമെന്ന് മാത്രം അതിനെ കണ്ടാൽ മതി. നമുക്ക് നിവൃത്തിയില്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. മനസ്സിലായോ? ഹലോ. അതെ. അതുകൊണ്ട് അതൊന്നും ഭയക്കേണ്ട വിഷയം അതിനകത്തില്ല. അതുകൊണ്ടത് ഒരു ദോഷവും വരാൻ സാധ്യതയില്ല. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും നമുക്കൊരു ശുഭാപ്തി വിശ്വാസം, നമുക്ക് പിന്നെ ബാത്റൂമിൻ്റെ തൊട്ടടുത്താണല്ലോ നമ്മളെ പൂജാമുറി എന്നുള്ള ചിന്ത കടന്നുകൂടും. വരുന്നവർ പറയും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഉള്ളത് ഒഴിവാക്കി ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. എന്ന് ചെയ്തെന്ന് വിചാരിച്ച് ഒരിക്കലും അതൊരു ദോഷമായിട്ട് കാണേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
ഓക്കെ സാർ, വിളിച്ചതിന് നന്ദി. താങ്ക് യു. തുടർന്നും ഈ പരിപാടിയിൽ കാണുക. നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയാത്ത ചോദ്യങ്ങൾ മറ്റ് പ്രേക്ഷകർ ചോദിച്ചത് അതിൽ നിങ്ങൾക്ക് നല്ല അറിവ് നേടാൻ ഉതകുന്ന പ്രോഗ്രാമാണിത്. സാർ, നമുക്ക് നമ്മൾ സംസാരിച്ചു. അതെ, നമ്മൾ ആ കണക്കിലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ ആ അങ്ങനെയുള്ള ഭൂപ്രകൃതിയും നമ്മൾ ഇത് ഫലഭൂയിഷ്ഠതയും കൂടെ ചേർത്തിട്ടാണ് ഈ കണക്കുകൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വീട് വയ്ക്കുമ്പോൾ ഈ കോല് നമ്മൾ മെഷർമെൻറ്റ്സിനുള്ള പ്രാധാന്യം കൊടുത്ത് തന്നെ ചെയ്യണം. അപ്പോൾ അതിൽ ഇത് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഇപ്പോൾ നമുക്ക് ഈ പലപ്പോഴും സംശയങ്ങളൊക്കെ വരും. സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ നിന്നൊരു കണക്ക് ശരിയായി കൊടുത്ത് കാസർഗോഡുള്ള ഒരു വാസ്തുവിദ്യ വിദഗ്ധൻ, അയ്യോ ഇതെല്ലാം മരണച്ചുറ്റാണല്ലോ, ഞാൻ ഈ പറഞ്ഞ 4 കോല് 2 അങ്കുലം എന്നുള്ള ഒരു അളവെടുത്തിട്ട് 294 സ്ക്വയർ ആക്കിയിട്ടുള്ള റൂം വരച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിടുമ്പോഴത്തേക്ക് അവരെടുത്ത് നോക്കി അതിനകത്ത് അത് അടുത്ത അളവിലേക്ക് വരുമ്പോൾ ഇതൊക്കെ സാറ് ഇപ്പോൾ കാസർഗോഡ്, കണ്ണൂരൊക്കെ സാറ് ധാരാളം വീടുകൾ വെച്ചിട്ടുണ്ടല്ലോ. അതെ. അപ്പോൾ അവിടെയൊക്കെ സാറ് അത് പോയി കണ്ടിട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. എവിടെ ആയിരുന്നാലും ഞാൻ പ്ലാൻ വരയ്ക്കണമെങ്കിൽ സ്ഥലം പോയി നോക്കിയിട്ടില്ല എങ്കിൽ അതിനകത്തൊരു അല്ലെങ്കിൽ സാറി പറഞ്ഞ മെഷർമെന്റ്സ് വരും. പിന്നെ ആ പറമ്പിലെ വീടിന്റെ സ്ഥാനം ശരിയാണോ, നമുക്ക് അത് ഏത് ദർശനം കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു പറമ്പ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വീടിൻ്റെ മുഖം എങ്ങോട്ട് വന്നാലായിരിക്കും ആ വീട് നന്നായിട്ടിരിക്കുന്നത് എന്നുള്ള നേരിട്ട് കണ്ട് നമ്മൾ ആ സ്ഥലത്ത് പോയി നിന്ന് ഒന്ന് ആലോചിക്കുമ്പോഴായിരിക്കും നമുക്ക് നന്നായിട്ട് കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മളൊരു പ്ലാന് തയ്യാറാക്കി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് ഐശ്വര്യമുള്ള ഒരു വീടായിട്ട് മാറും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ സാറിൻ്റെ വീടുകളിൽ വെച്ച് പലരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഈ വാസ്തുശാസ്ത്രപരമായിട്ട് ഈ സാറ് പറഞ്ഞ പോലെ ഒരുപാടങ്ങ് ഈ ശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ നിൽക്കാതെ പ്രാക്ടിക്കലായിട്ട് അത് ഞാൻ പറഞ്ഞല്ലോ 22 വർഷത്തിൽ കൂടുതലായി ഈ മേഖലയിൽ വന്നിട്ട് വാസ്തുശാസ്ത്രം ഞാൻ യഥാർത്ഥത്തിൽ യാദൃച്ഛ്യമായിട്ടാണ് പഠിച്ചത്. അത് ആ ശാസ്ത്രം ഇത് തുടങ്ങിയ സമയത്ത് അന്ന് വാസ്തുവിദ്യാ ഗുരുകുലം തുടങ്ങുന്നതേ ഉള്ളൂ. ആറന്മുള ഞാൻ ആദ്യം പഠിച്ചത് നിർമ്മിതി ഗുരുകുലത്തിലാണ്. ആ നിർമ്മിതി ഗുരുകുലത്തിൽ ആദ്യത്തെ ബാച്ചിലൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ അന്ന് അതിൽ നിന്ന് ഒരു ചെറിയ അറിവാണ് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം നിരന്തരം കേരളത്തിലുള്ള ഒട്ടുമിക്ക മനകളും കൊട്ടാരങ്ങളും എല്ലാം പോയി ഞാനിത് പഠിക്കുകയും അതിൻ്റെ മെഷർമെൻ്റ് എടുക്കുകയും ഈ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ പഴയ നിർമ്മാണങ്ങൾ എത്രമാത്രം പാലിച്ചിട്ടുണ്ടെന്നും അങ്ങനെ പാലിച്ചിട്ടുള്ള അതിൻ്റെയൊക്കെ അവസ്ഥ ഇന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു റിസർച്ച് മെൻറ്റാലിറ്റിയിൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മളൊരു വാസ്തുവിനെ മാത്രം ഒരു ബുക്കിനെ മാത്രം ആശ്രയിച്ചിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് 4 കെട്ടുണ്ട്, 4 കെട്ടിന് 9 ഇനമുണ്ട്, 9 ഇനം 4 കെട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എൻ്റെ അടുത്ത് ഒരു പരിമിതമായിട്ട് അവർക്ക് 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു പാർട്ടിക്ക് ഒരു നടുമുറ്റത്തോടുകൂടി വീട് വരണം. അവിടെ നമ്മൾ മറ്റേ ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ശിഷ്ട ഭിന്നശാല, സമ്മിശ്ര ഭിന്നശാല, സംശ്ലിഷ്ട ഭിന്നശാല എന്നൊക്കെ പറഞ്ഞ കണക്കുകളും വെച്ചുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരു ചുറ്റളവെടുത്തിട്ട് ഒരു കറക്റ്റായിട്ടൊരു ഇത് റെഡിയാക്കിയിട്ട് അതിനകത്ത് കോൺഗ്രഹങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് 4 കെട്ടിൻ്റെ നിയമങ്ങൾ പാലിച്ച് അതിനകത്തൊരു പ്ലാൻ തയ്യാറാക്കി അവരുടെ ആവശ്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തി കൊടുക്കുമ്പോഴത്തേക്ക് അത് വീട് ഏറ്റവും ഐശ്വര്യമുള്ള വീടായിട്ട് മാറും. അപ്പോൾ അല്ലെങ്കിൽ എന്ത് പറ്റും, ഈ 4 കെട്ടിൽ വരയ്ക്കുമ്പോഴത്തേക്ക് നടുമുറ്റം വരയ്ക്കുന്നതിന് പ്രാധാന്യമുണ്ട്. അത് വീട്ടിൻ്റെ ബ്രഹ്മപദത്തിൽ അത് തന്നെ ആ ബ്രഹ്മപദത്തിൽ അത് വരണം. അതിന് ചുറ്റും നമുക്ക് കോൺഗ്രഹങ്ങൾ വരും, 4 ദിഗ്ഗ്രഹങ്ങൾ വരും. അപ്പോൾ കിഴക്കിനി, പടിഞ്ഞാറ്റിനി, തെക്കിനി, വടക്കിനി മറ്റ് 4 കോൺഗ്രഹങ്ങളും ചേർന്നാണ് 4 കെട്ടിൻ്റെ പൊതുവായൊരു തത്വം. ഇത് തന്നെ 9 ഇനമുണ്ട്. അപ്പോൾ ഈ 9 ഇനത്തിൽപ്പെട്ട 4 കെട്ട് കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ടെന്നുള്ള ഞാൻ കൃത്യമായി ആ സ്ഥലങ്ങളിൽ പോയി അത് പഠിച്ചിട്ട്, ഉദാഹരണത്തിന് ഏറ്റവും നല്ലൊരു 4 കെട്ടായിരുന്നു, അത് നശിപ്പിച്ചു കളഞ്ഞു ഈ ഇരണിയൽ കൊട്ടാരം തമിഴ്നാട്. അത് ശരിക്കും പറഞ്ഞാൽ മാർത്താണ്ഡവർമ്മ ബ്രേക്ക് എടുക്കാൻ സമയമായിട്ടുണ്ട്. ഹലോ, ആ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഇനിയും ധാരാളം അറിവുകൾ നിങ്ങൾക്ക് നേടാൻ കഴിയും. പ്ലീസ് സ്റ്റേ വിത്ത് us. അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. ഞാൻ സ്വപ്നം കാണുന്ന വീടേ ചാരുപടിയും മുഖപ്പും നടുമുറ്റൊക്കെയുള്ള പഴയ ശൈലിയിലുള്ള ആധുനിക കെട്ടിടം. എങ്കിൽ വാ, നമുക്ക് ഇപ്പൊ തന്നെ അർജുൻ അസോസിയേറ്റ്സിൽ പോവാം. പഴമയുടെ പ്രൗഢിയിൽ ആധുനിക രീതിയിൽ ഗൃഹനിർമ്മാണത്തിന് പേരുകേട്ട സ്ഥാപനം അർജുൻ അസോസിയേറ്റ്സ്. വിളിക്കേണ്ട നമ്പർ 8281550000. 25-ലധികം വർഷത്തെ സേവന പാരമ്പര്യമുള്ള സരസ്വതി എന്റർപ്രൈസസിൽ സെറ സ്റ്റൈൽ ഗാലറി. സെറ റിഫ്ലെക്ട്സ് യുവർ സ്റ്റൈൽ. Voted Product of the Year, Sera. സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, ട്രിവാൻഡ്രം. ചരിത്രമുറങ്ങുന്ന അനന്തപുരിയുടെ പരിശുദ്ധ മണ്ണിൽ APN Teak ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്കായി. നിലമ്പൂർ തേക്കിനെ വെല്ലുന്ന കരുത്തും ഞങ്ങളുടെ കരവിരുതും ഇനി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളിലും ഓഫീസുകളിലും.
10 വർഷം വാറന്റിയുള്ള ജർമ്മൻ പോളിഷിനാൽ ഫിനിഷ് ചെയ്ത A+ ഗ്രേഡ് ടീക്ക് വുഡുകൾക്ക് ലൈഫ് ടൈം വാറന്റി. APN ടീക്ക് ലൈഫ് സ്റ്റൈലിൽ അനന്തപുരിയിൽ ടീക്ക് ഫർണിച്ചറുകൾക്ക് മാത്രമായി ഒരേയൊരു ലൈഫ് സ്റ്റൈൽ ഷോറൂം. APN ടീക്ക് ലൈഫ് സ്റ്റൈൽ ഷോറൂം. APN ടീക്ക് ലൈഫ് സ്റ്റൈൽ, ന്യൂ കാരക്കാമണ്ഡപം, തിരുവനന്തപുരം. അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. വെൽക്കം ബാക്ക് ടു അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. സാർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഹലോ. ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. മേഡം, പേരൊന്ന് പറയാമോ? അജിത മേഡം, എവിടെ നിന്നാണ് വിളിക്കുന്നത്? എന്താ, കൊണ്ടോട്ടി? ഓക്കെ. ആദ്യമായിട്ടാണോ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും കാണുകയും ചെയ്യുന്നത്? ഇതിനു മുന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, ചോദിച്ചോളൂ മേഡം. അർജുൻ സാർ ഇവിടെ ഉണ്ട്, ചോദിച്ചോളൂ. നമസ്കാരം. ചോദിച്ചോളൂ. നമസ്കാരം സാർ. കർക്കിടക മാസമാണ് സാർ പിന്നെ വീടിന് തറക്കല്ലടിച്ചത്, കുറ്റിയടിച്ചത്. പക്ഷെ അത് ഇപ്പോഴും ആ പ്രശ്നമല്ല. ഞങ്ങൾ ഇതുവരെ ഒരു പുരോഗമനം ഉണ്ടായി, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതെന്തെങ്കിലും കർക്കിടക മാസം ഇങ്ങനെ അടിച്ചുകൊണ്ടാണ് ദോഷമാണ് എന്നൊക്കെ പറയുന്നു. അത് എത്രത്തോളം ശരിയാണ് സാർ? അതെന്താണ്, ബുദ്ധിമുട്ടാണ്, എന്താണെന്ന് അറിയില്ല സാർ. അത് നമുക്ക് വാസ്തുവിധി പ്രകാരം സാധാരണ വീടിൻ്റെ പ്രാരംഭം, വീട് തുടങ്ങുന്നതിനൊക്കെ ചില മുഹൂർത്തങ്ങളും സമയങ്ങളൊക്കെ ഉള്ളത് വാസ്തവം തന്നെയാണ്. കാരണം കോൺ രാശികളിൽ വീടിൻ്റെ പണികൾ തുടങ്ങാറില്ല. അതോടൊപ്പം തന്നെ കർക്കിടം പൊതുവേ ഒന്നിന് ഉപയോഗിക്കുന്ന ഒരു രീതി ഇല്ല താനും. അപ്പോൾ യഥാർത്ഥത്തിൽ അതുകൊണ്ട് മാത്രം അങ്ങനെ ആവണമെന്നില്ല. എങ്കിൽ ശാസ്ത്രപ്രകാരം സാധാരണ കർക്കിടക മാസത്തിലെ ഒരു പണി അത് ആനയടി ആ മാസം ആയതുകൊണ്ട് അത് ശരിക്കും അങ്ങനെ നമ്മൾ ഈ ഇതിൽ പിന്നെ ശാസ്ത്രവിധി പ്രകാരം ആരും തന്നെ അതിലോട്ട് പോകുന്നില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം ആവണമില്ല ഈ തകരാറ് അല്ലെങ്കിൽ തടസ്സം എന്നുള്ളത് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അത് ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ടതാണ്. വാസ്തുശാസ്ത്രമായിട്ട് മാത്രമല്ല, അത് ജ്യോതിഷമായിട്ടും കൂടെ ബന്ധപ്പെട്ടാണ്. സാധാരണ അങ്ങനെ ഒരു നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ വീടിൻ്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് മുഹൂർത്തം കാണുന്ന രീതിയുണ്ട്. അതേസമയം നമുക്ക് പക്ഷെ കർക്കിടകത്തിലാണ് ആ സമയം കിട്ടിയത് അല്ലേ? അപ്പോൾ അതിനെപ്പറ്റി ഇനി കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ആ ജ്യോതിഷ വിധി പ്രകാരം ഒന്നുകൂടെ നോക്കുന്നതായിരിക്കും ഉചിതം. ഓക്കെ മേഡം, വിളിച്ചതിന് നന്ദി. വീണ്ടും തുടർന്നും പരിപാടികൾ കാണുക. ഓക്കെ സാർ, നമുക്ക് നമ്മൾ തുടങ്ങിയാൽ നമുക്ക് പിന്നെ ഞാൻ ഈ അളവുകളുടെ നമ്മൾ അതാണല്ലോ തുടങ്ങി വെച്ചത്. അപ്പോൾ നമുക്ക് കേരളത്തിൽ നമ്മൾ അല്ലെങ്കിൽ എവിടെയായിരുന്നാലും ശരി ഈ അളവുകൾക്ക് പ്രാധാന്യം എന്ന് ഞാൻ അവസാനം ഞാനത് ചുരുക്കാം. ഇതിനൊരു പ്രൊപ്പോർഷണാലിറ്റിയാണ്. അപ്പോൾ ഏതൊരു കാര്യമായിരുന്നാലും, ഒരു വീടായിരുന്നാലും ഒരു നിർമ്മാണമായിരുന്നാലും വേറൊരു സാധനമായാലും ഇതിൻ്റെ പ്രൊപ്പോർഷണൽ ലെവല്. കാരണം ഒരു വീടിൻ്റെ അളവുകൾക്ക് വീട്ടിനകത്തുള്ള അളവുകൾ പോലും അതിൻ്റെ ഉയരത്തിനുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി കീപ്പ് ചെയ്യാനാണ് ഇതിന് പ്രാധാന്യം. അതിൻ്റെ ക്ഷേത്രം നിർമ്മിക്കുന്നു, അതിൽ കോല്, ഇപ്പോൾ അതിൻ്റെ ശ്രീകോവിലിൻ്റെ ഉള്ള അളവിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ മറ്റ് എല്ലാ ഘടകങ്ങളും പോകുന്നത്. അപ്പോൾ ശ്രീകോവിലിന് ഇത്ര കോലളവ് ചുറ്റളവെടുക്കും. ആ അളവിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ പിന്നെ എന്താണ് വിഭജിച്ചിട്ടാണ് അതിൻ്റെ പാതുകം, അതിൻ്റെ അടിസ്ഥാനം ഇത് ചെയ്യുന്നത്, കാലുയരം, അതിൻ്റെ പഞ്ചവർഗ്ഗങ്ങൾ, ഇതെല്ലാം ചെയ്യുന്നത്. അതെ, തിരിച്ചു വരാം. ഹലോ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. വെൽക്കം ടു അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. പേരെന്താ സർ? നമസ്കാരം. എവിടെയാ? കൊല്ലം പുത്തൂർ. ഓക്കെ, ചോദിച്ചോളൂ സർ. അന്നേരം എന്റെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ എന്റെ വീടിന്റെ തെക്ക് ഭാഗത്ത് ഒരു ജലാശയമുണ്ട്. റോഡ് കഴിഞ്ഞിട്ടാണ് ജലാശയമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ? വീടിൻ്റെ തെക്ക് ഭാഗത്ത് അല്ലേ? ഹലോ, വീട് നമ്മൾ നോക്കുമ്പോൾ തെക്ക് വശത്തായിട്ട് ജലാശയമുണ്ട്. അത് എത്ര അകലം ഉണ്ടാവും? അതിന്റെ എലിവേഷനും പിന്നെ വീടിന്റെ തെക്കോട്ടാണ് എലിവേഷൻ. ഈ ജലാശയം എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ കായലാണോ മറ്റേ പിന്നെ എന്തെങ്കിലും ആണോ? അത് ജലാശയം എന്ന് പറഞ്ഞാൽ മണ്ണെടുത്ത കുഴിയാണ്. മണ്ണെടുത്ത അതിന് ഒരു പ്രാധാന്യം ഇല്ലല്ലോ. അതിനകത്ത് വേറെ പ്രത്യേകിച്ച് ശാസ്ത്രപ്രകാരമായിട്ട് അതിനെ കണക്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ സാധാരണ ഇതിനകത്തൊരു പ്രാധാന്യം കൊടുക്കാറുണ്ട്. നദിക്ക് വീട് പണിയുമ്പോൾ, തടാകത്തിന് അല്ലെങ്കിൽ കായലിന് അരികെ പണിയുമ്പോൾ അതിനൊക്കെ അതിനഭിമുഖമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഉചിതം എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒരു കുഴിയല്ലേ, അത് അതിനെ വഴിക്കാൻ കൊണ്ടിരുന്നാൽ മതി, അതല്ലേ നല്ലത്. ഹലോ സാർ. അത് നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കണ്ട. ശാസ്ത്രപ്രകാരം യാതൊരു പ്രാധാന്യം അതിനകത്തില്ല.
ഈ തെക്കോട്ട് എലിവേഷൻ വെക്കുന്നുണ്ട് എന്തെങ്കിലും പിന്നെ ഇതുണ്ടോ? ഇല്ല അങ്ങനെയില്ല. നമുക്ക് 4 ദിക്കിലേക്കും വീട് പണിയാന്ന് പറയുന്നുണ്ട്. നമ്മൾ ധാരാളം വീടുകൾ, അത്തരം വീടുകൾ പണിയുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. 4 ദിക്കിലേക്കും കിഴക്കോട്ട് പണിയാം, വടക്കോട്ട് പണിയാം, പടിഞ്ഞാറോട്ട് പണിയാം, തെക്കോട്ട് പണിയാം. ഇതിൽ ഓരോന്നിന് അതിൻ്റെ വിധിപ്രകാരമുള്ള അളവ് പിന്നെ റെഡിയാക്കി കൊടുക്കണമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ സാർ, വിളിച്ചതിന് നന്ദി. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, താങ്ക് യു സാർ. വീണ്ടും തുടർന്നും ഈ പരിപാടി കാണുക. ഓക്കെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഈ ജലാശയം, അതുപോലെ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറിജിനലായിട്ടുള്ള ഭൂമിയെ പിന്നെ ഭൂപ്രകൃതിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അതിനാണ് ഈ പ്രാധാന്യം കൊടുക്കുന്നത്. അത് അവരൊരു വലിയൊരു കുഴിയെടുത്ത് ആ കുഴിക്കകത്ത് വെള്ളം കെട്ടി കിടക്കുന്നതിന് പ്രാധാന്യത കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ, ഒരു ആവശ്യമുള്ളതും ഇല്ലാത്ത ചിന്താഗതി ഈ വാസ്തുശാസ്ത്രത്തിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അത് ശരിയായ രീതിയിൽ ശരിക്കും എന്ന് പറഞ്ഞാൽ വാസ്തു അന്ധവിശ്വാസത്തിലല്ല, അതിനകത്ത് ഒരു ശാസ്ത്രീയ തത്വമുണ്ടെന്നും അത് നമുക്ക് പിന്നെ നമ്മളൊരു വീട് പണിയുമ്പോൾ അതിൽ ഏതൊക്കെ കാര്യങ്ങൾ അതിനകത്ത് പ്രയോജനപ്പെടുത്തണമെന്നുള്ളതായിരിക്കണം നമുക്ക് കൊടുക്കേണ്ട മെസ്സേജ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അളവുകൾക്ക് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഒന്ന് അതിൻ്റെ ഭൂപ്രകൃതിയായിട്ട് ഫലഭൂഷ്ടിയായിട്ട് ബന്ധപ്പെടുത്തിയത് ഒരു കണക്ക്, രണ്ടാമത് ഇതിനൊരു പ്രൊപ്പോർഷനാലിറ്റി ഉണ്ട്, അതാണ് ഈ അളവുകൾക്ക് പ്രാധാന്യം. അപ്പോൾ ഒരു വീട് പണിയുമ്പോൾ അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് അതിൻ്റെ വീടിൻ്റെ ഹൈറ്റ് ഉണ്ടാവണം, അതിൻ്റെ അടിസ്ഥാനം അതുപോലെ ഉണ്ടാവണം, ആ വലിപ്പത്തിനനുസരിച്ചുള്ള മെയിൻ ഡോറുകൾ ഉണ്ടാവണം, ജനലുണ്ടാവണം. ഇപ്പം നമുക്ക് 2 സെൻറ്റിനും 3 സെൻറ്റിലും വെക്കുന്ന ഒരു മെയിൻ ഡോറിൻ്റെ വലിപ്പം ആയിരിക്കില്ല ഒരു 10,000-5,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് വയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പോർഷനാലിറ്റിയാണ്. അപ്പോൾ ഈ പ്രൊപ്പോർഷനാണ് നമ്മൾ അതാണ് വാസ്തുവിൽ പറയുന്നത്. അപ്പോൾ ക്ഷേത്രമായിരുന്നാൽ നിർമ്മാണത്തിൽ അതിനനുസരിച്ചിട്ടായിരിക്കും വലിപ്പം വന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നമ്മൾ പുറമേ ചെന്ന് കരിങ്കല്ലിൻ്റെ ആ വർക്ക് കണ്ടു കഴിഞ്ഞാൽ അതിൽ ആ പഞ്ചവർഗം കൊടുത്തിരിക്കുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ അത് വളരെ വലുപ്പമുള്ളതല്ലേ, ആ ക്ഷേത്രത്തിൻ്റെ വലുപ്പത്തിൽ ബന്ധപ്പെടുത്തി. ഇത് തന്നെ ഒരു കൊച്ചു ഉപക്ഷേത്രത്തിൽ ചെന്നാൽ ഇതേ വർക്ക് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് ഈ പ്രൊപ്പോർഷനാലിറ്റി ഉള്ളത് കൊണ്ടാണ് അതുപോലെ ഇരിക്കുന്നത്. അത് ശരി. അല്ലെങ്കിൽ ഇത് കിട്ടില്ലല്ലോ, ഇതിനകത്ത് ഇവർ ചെയ്യുന്ന വർക്ക് പല അളവിലായി പോവില്ല, പ്രൊപ്പോർഷനാലിറ്റി കിട്ടും. അതിനാണ് അളവുകളുടെ പ്രാധാന്യം എന്നുള്ളതാണ് നമ്മൾ ഈ വിഷയം കൊടുക്കുക. അപ്പോൾ അളവുകൾക്ക് തോത്, അതുകൊണ്ടാണ് അങ്കുലം, യവം, കോല് എന്നുള്ള ഇതൊക്കെ പഠിച്ചത്. അപ്പോൾ അതിനകത്ത് പാതകം തന്നെ അതിനകത്ത് 5ആയിട്ട് വിഭജിച്ചിട്ട് ആ പഞ്ചവർഗ്ഗങ്ങൾ 5ആയിട്ട് അതിനകത്ത് ഗളം, പടി, കുമുദം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 2 ഇരട്ടി ഗളം, ഇത്ര അളവ് പറയുന്നത്. അപ്പോൾ അതിന് 2 ഇരട്ടി എന്നുള്ള 1.5 ഇരട്ടിയാക്കിയാൽ എന്ത് ചെയ്യും, ഇത് കാഴ്ചയ്ക്ക് ഭംഗിയാവും. അതും ഇതിനകത്തൊരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷനാലിറ്റി അതാണ് നമ്മളെ അളവുകൾക്ക് നമ്മൾ ഈ ശാസ്ത്രം കൊണ്ട് നമ്മൾ കാണേണ്ടത്. അല്ലാതെ നമ്മൾ അല്ലാത്തൊരു ഇതിനകത്ത് മസിൽ പിടിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. മുറികളുടെ കണക്ക് കൊടുക്കുന്ന പറഞ്ഞാൽ അതിനകത്തൊരു എനർജി, ഇപ്പോൾ ഇന്ന അളവിൽപ്പെട്ട മുറികൾക്ക് അതിനകത്തൊരു ഒരു ഉന്മേഷം ഉണ്ടാവും, അല്ലെങ്കിൽ അതിൽപ്പെട്ട അളവുകൾ കുറച്ച് നല്ലതായിരിക്കും, നമുക്ക് അതിനകത്ത് കിടക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ അത്തരം അളവുകൾ നല്ലതാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ മുറികൾക്ക് കൃത്യമായ അളവുകൾ പാലിക്കുന്നത്. സാർ ഇത് പറയുമ്പോൾ ഞാനൊരു സംശയം പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ എൻ്റെ സംശയം ചോദിക്കണം. അതായത് ഇപ്പോൾ ചിലർ ഈ കുട്ടികളുടെ പഠിത്ത മുറി ഇന്ന ഭാഗത്തായാൽ നല്ലത്, അവർ കിടക്കുന്ന കട്ടിൽ അല്ലെങ്കിൽ തല വയ്ക്കുന്ന ഭാഗം ഇന്ന ഭാഗത്ത് വേണം, അതുപോലെ തന്നെ ആ വീട്ടിലെ ഗൃഹനാഥൻ അവരുപയോഗിക്കുന്ന ബെഡ്റൂമിൻ്റെ ചില മെഷർമെൻറ്റ്സ് അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് ബെഡ്റൂമിൽ അതിനകത്ത് വ്യക്തമായിട്ട് ശാസ്ത്രപ്രകാരം നമ്മൾ വീട് പണിയുന്ന ഏതൊരു വാസ്തുവിദ്യ വിദഗ്ധൻ എഞ്ചിനീയർ ആയിരുന്നാലും ഈ മുറികളുടെ കട്ടിൻ്റെ സ്ഥാനമുണ്ട്. അതൊക്കെ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ പറയാം. കാരണം നമുക്ക് തല വയ്ക്കുന്ന ഒന്നിൽ കിഴക്കോട്ട് തല വയ്ക്കുക, അല്ലെങ്കിൽ തെക്കോട്ട് വയ്ക്കുക, വടക്കോട്ട് ഒട്ടും പാടില്ല, പടിഞ്ഞാറും കഴിവതും ഒഴിവാക്കുക. അപ്പോൾ എന്തുകൊണ്ട് വടക്ക് പാടില്ല എന്നുള്ളത് നമുക്ക് അത് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് തന്നെ അതിനകത്ത് ഉണ്ട്. കാരണം നമ്മളുടെ ഒരു മാഗ്നറ്റിക് പവർ, നമ്മുടെ ശിരസ്സെന്ന് പറഞ്ഞാൽ നോർത്ത് പോളും, നമ്മൾ സ്ഥിരമായിട്ട് നോർത്തും കൂടെ വന്നാൽ വികർഷണമല്ലേ ഉണ്ടാകും. അപ്പോൾ അത് നല്ലതല്ല. ശരി, അതാണ് അതിൻ്റെ തത്വം. നമുക്ക് നമ്മുടെ പരിപാടി വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ചോദിച്ച സംശയം സാറ് പ്രേക്ഷകർക്ക് വേണ്ടി അടുത്ത എപ്പിസോഡിൽ വിശദമായിട്ട്, കാരണം മാത്രമല്ല നമ്മൾ ഇനിയും പ്ലാൻ ചെയ്യുന്നില്ല, ചോദിക്കുകയും ചെയ്യാം. അടുത്ത ആഴ്ച നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഗൃഹനിർമ്മാണം, ഇപ്പോൾ ഗൃഹങ്ങൾ വെക്കുന്നവരായാലും ശരി, ഗൃഹങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നവരായാലും ശരി, ഇപ്പോൾ നമ്മൾ സാറ് പറഞ്ഞത് അളവുകളുടെ ഒരു രീതിയാണ്. ഇത് തീരുന്നില്ല, ഇതിലിനിയും സാറിന് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ ധാരാളം കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓരോ ആഴ്ചയും നിങ്ങൾ വീട് എങ്ങനെ ശാസ്ത്രീയപരമായിട്ട് നിങ്ങളുടെ വീടുകൾ എങ്ങനെ നിർമ്മിക്കാം
വാസ്തുശാസ്ത്രം മാത്രം പ്ലാൻ ചെയ്യാതെ ഉള്ള സ്ഥലത്ത് ഒരു 2 സെൻറ്റ് ആയാലും 20 സെൻറ്റ് ആയാലും എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നുള്ള സാർ നമുക്ക് നമ്മളോട് പറഞ്ഞു തരുന്ന എപ്പിസോഡിലാണ് ഈ വരാൻ പോകുന്ന എപ്പിസോഡിൽ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം അടുത്ത എപ്പിസോഡിൽ തീർച്ചയായും പ്രേക്ഷകർക്ക് കാണാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പറയുക 9895660488, അല്ലെങ്കിൽ ഇതിൽ തൊട്ട് താഴെ ഞങ്ങളൊരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് vastuBhavanam@gmail.com. നമ്പറും മെയിൽ ഐ ഡി ഒന്നുകൂടെ പറയാം 9895660488. ഞങ്ങളുടെ മെയിൽ ഐ ഡി vastuBhavanam@gmail.com. ഇതിലൂടെ നിങ്ങളുടെ മെയിൽ ഐ ഡികൾ അയക്കാം. നിങ്ങളുടെ തുടർന്നുള്ള എല്ലാ ആഴ്ചയും ഈ എപ്പിസോഡുകൾ കാണണമെന്നും ഇതൊരു വാസ്തുശാസ്ത്രം എന്ന് പറയുന്ന ഒരു വിശാലമായ ലോകത്തിലേക്ക് അർജുൻ സാറ് അദ്ദേഹത്തിൻ്റെ അറിവുകൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നു. എല്ലാ വ്യാഴാഴ്ചയും 12:30 വീണ്ടും കാണാം. അതുവരെ വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആധുനിക രീതിയിൽ ഗൃഹനിർമ്മാണത്തിന് പേരുകേട്ട സ്ഥാപനം അർജുൻ അസോസിയേറ്റ്സ് ഇൻ അസോസിയേഷൻ വിത്ത് APN Teak Lifestyle ന്യൂ കാരക്കാമണ്ഡപം തിരുവനന്തപുരം. സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുഴി ട്രിവാൻഡ്രം.